വേറൊരാളുടെ സംശയം ഇതാണ്, ഇസ്രായേൽ എന്തിനാ ഒരു നക്ഷത്രം ചിഹ്നമാക്കി വെച്ചിരിക്കുന്നത്? മറ്റൊരാളുടെ സംശയമാണ്, എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് അവരുടെ നക്ഷത്രത്തിൻ്റെ ഉദ്ദേശം? ഇനി ഈ ഭൂമിയിലെ ഇറാനും ഇസ്രായേലും ഒക്കെ സമാധാനമായൊരു സന്തോഷമായൊരു രാജ്യം കാണുമോ? ഇങ്ങനെ പല സംശയങ്ങൾ പലരും ഉന്നയിച്ചു. ഇറാഖിൻ്റെ ഇനിയുള്ള അവസ്ഥകൾ എന്തായിരിക്കും, എന്താണ് വേദപുസ്തകത്തിൽ ഇതിനെപ്പറ്റി എന്നൊക്കെ പലരും ഇങ്ങനെ അന്വേഷിക്കാനിടയായി. അപ്പോൾ എനിക്ക് തോന്നി ആ വിഷയങ്ങൾ എനിക്കറിയാവുന്ന വിധത്തിൽ കുറച്ച് പറയാവുന്നൊരു താല്പര്യം തോന്നിയിരിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. യെശയ്യാ 61 3 വാക്യം ഒന്ന് വായിച്ച്, മൈക്കിൽ കൂടെ വ്യക്തമായിട്ട് വായിക്കുക. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, അവൻ അതിന്റെ സകല ശൂന്യങ്ങളെയും ആശ്വസിപ്പിച്ച് അതിന്റെ മരുഭൂമിയെ ഏദനെ പോലെയും അതിന്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ഇവിടെ മരുഭൂമിയെ ഏദനെ പോലെയും നിർജ്ജന പ്രദേശത്തെ ദൈവത്തിൻ്റെ തോട്ടം. അപ്പോൾ ഏദൻ തന്നെ നമുക്ക് ആദ്യമായിട്ട് ചിന്തിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഏദൻ, ഇറാൻ, ഇസ്രായേൽ, ഇറാഖ്, പിന്നീട് യഹൂദന്മാരുടെ കുടിയിലെ നക്ഷത്രം, ഇങ്ങനെയുള്ള പല സംശയങ്ങളുള്ളതുകൊണ്ട് ഏദൻ തോട്ടം, ഒരുപാട് പാട്ടുകളൊക്കെ നമുക്ക് ആത്മീയമായും കേട്ടിട്ടുണ്ട്. വയലാറും മറ്റു പലരും ഈ ഏദൻ തോട്ടത്തെക്കുറിച്ചൊക്കെ പാടിയത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഏദൻ തോട്ടം, അല്ലെങ്കിൽ എവിടെയാണ് ഏദൻ തോട്ടം? നമ്മൾ ചിലരൊക്കെ ചിലത് കേട്ടിട്ടുണ്ടെങ്കിലും കേൾക്കാത്തവർക്ക് വേണ്ടി നമ്മളോട് പറയുകയാണ്. ഏദൻ തോട്ടം എന്ന് പറയുന്നൊരു അവസ്ഥ ഭൂമിയിലുണ്ടായിരുന്നോ? നാം ചിന്തിക്കുമ്പോൾ ഏദൻ ഭൂമിയിലുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇന്ന് എല്ലാ മതഗ്രന്ഥങ്ങളും ചില നല്ല കാര്യങ്ങൾ പറയുന്നെങ്കിലും വേദപുസ്തകം ചരിത്ര സത്യ വേദപുസ്തകമാണ്. ചരിത്രവും സത്യവും ഒരുപോലെ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് പോകുന്നൊരു പുസ്തകമാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. അത് ഓരോ കാലഘട്ടങ്ങളിലെ ചരിത്ര സത്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. ഇനി മനുഷ്യൻ്റെ ആവശ്യത്തിനായിട്ട് അവൻ്റെ മനുഷ്യ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. നമുക്കറിയാം, ദൈവത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റിൽ ആർക്കും ഒരു പിടിയില്ല. എത്ര വർഷം മുമ്പാണ് ദൈവം തൻ്റെ പ്രവൃത്തിയിൽ നിരതനായിരുന്നുള്ളത് വയ്ക്കുമ്പോൾ വേദപുസ്തകത്തിൽ വാക്യമുണ്ട്, അനാദിയായും ദൈവമേ നീ അനാദിയായും ശാശ്വതമായും. അപ്പോൾ അനാദിയായും ശാശ്വതമായൊരു ദൈവത്തിൻ്റെ കണക്കൂട്ടിൽ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലല്ല. കാരണം ദൈവത്തിന് പത്രോസ്ലീഹ പറയുന്ന പോലെ 1000 സംവത്സരം ഒരു ദിവസം പോലെയാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം കൂടുന്നത് ദൈവത്തിൻ്റെ കീഴിൽ 1000 സംവത്സരമാണ്. അപ്പോൾ നമ്മൾ 10 ദിവസം എന്ന് പറയുമ്പോൾ അവിടെ 10,000 ആയി. അങ്ങനെ അതാണ്. അപ്പോൾ ദൈവത്തിന് ഈ സമയം പോകുന്നതൊന്നും കാര്യമില്ല. അപ്പോൾ അനാദിയായും ശാശ്വതമായും. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ ആദിയിൽ നിന്നാണ്. വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി, എല്ലാവരുടെയും ആരംഭം. ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെ ആരംഭമാണ്. അപ്പോൾ ആ ഉൽപ്പത്തി നമ്മൾ നോക്കുമ്പോൾ അവിടെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ആദിയിൽ ദൈവം വായിച്ചുകയും ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇനിയിപ്പോൾ അതിന് സംശയിക്കേണ്ട ആവശ്യത്തിന് അവിടെ തുടങ്ങിയാൽ പോരെ? ഈ ചെറിയ ഒരു ഉണ്ട പോലിരിക്കുന്ന മനുഷ്യൻ്റെ ഈ മസ്തിഷ്കം വേണ്ടാതിങ്ങനെ ചിന്തിച്ച് വെറുതെ ജീവിതം കളയണോ? പണ്ട് നമ്മുടെ ഒരു കൂടെ കിടന്നൊരു കൃഷിക്കാരൻ സഹോദരൻ, ഞാനും അന്ന് ഫാദർ പോയി. അപ്പോൾ ഞാനിങ്ങനെ മാടത്തെ കിടക്കുക, അപ്പുറത്ത് ആ സഹോദരൻ കിടപ്പുണ്ട്. പുള്ളിക്ക് രാത്രി ഉറക്കം വരുന്നില്ല. ഇച്ചിരി പ്രായമുള്ളൊരു മനുഷ്യനാണ്. നല്ല നിലാവുള്ളൊരു ദിവസം ആ പുള്ളി ഉറങ്ങുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ ഉറങ്ങാത്ത? ഇല്ല മോൻ ഉറങ്ങിക്കോളാം. പിന്നെ നോക്കും പുള്ളി ഇങ്ങനെ ആകാശത്തോട് നോക്കിയിരിക്കുക. ഞാൻ ചോദിച്ചു, എന്താ സംഭവം? അല്ല മോനെ, ഞാൻ ചിന്തിക്കുക, ആരെന്ത് കഷ്ടപ്പെട്ട ഈ നക്ഷത്രമൊക്കെ ഇങ്ങനെ കൊണ്ട് ഒട്ടിച്ചു വെച്ചത്? ഇതാരുടെ പണിയായത്? വല്ല ആവശ്യമുണ്ടോ? വേർത്ത് ചോദിച്ച പോലെ കറുത്ത പശു പച്ച പുല്ല് തിന്നുന്നു, വെളുത്ത പാല് വരുന്നു. എന്തോ അതിൻ്റെ പരിണാമം? ആട്ടുകിടാക്കൾ വർഷങ്ങളായിട്ടിങ്ങനെ നല്ല ഗുളിക പോലെ ആട്ടുംകാട്ട് വിടുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവം തൻ്റെ വാക്കിനാൽ സൃഷ്ടിച്ചപ്പോൾ എല്ലാം മനോഹരമായിരുന്നു. മനുഷ്യ, നിൻ്റെ ഈ കൊച്ചു ബുദ്ധിയിൽ ഇതിട്ടിങ്ങനെ തിരിക്കാൻ പോയാൽ കുറേ കഴിയും പട്ടുപിടിക്കത്തേ ഉള്ളൂ. അങ്ങനെ പട്ടുപിടിച്ചവരാണ് ദൈവം ഇല്ലയെന്ന് പറഞ്ഞ് നടക്കുന്നത്. അതുകൊണ്ട് ദൈവം വ്യക്തമായിട്ട് മനുഷ്യന് ആവശ്യമായ കറക്റ്റ് ചരിത്ര പുസ്തകം, അത് വേദപുസ്തകം തന്നെയാണ്. വേറെ പുസ്തകത്തെ നമുക്ക് അതിനെ ആശ്രയിക്കാൻ ഒക്കുന്നില്ല. കടകഥകളും മിത്തുകളും ഒരുപാട് കാര്യങ്ങൾ, മനുഷ്യന് സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് വേദപുസ്തകം ചരിത്ര സത്യങ്ങളോടുകൂടി തന്നെ എഴുതിയിരിക്കുകയാണ്. അത് എത്ര വായിച്ചാലും മതി. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുമാത്രം മനുഷ്യർ
ഈ ബൈബിൾ കോട്ട് ചെയ്യുന്നു, ബൈബിൾ സത്യങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്നു. ഈ അടുത്ത സമയത്ത് തന്നെയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു കഥാപാത്രമാണ് മൈത്രേയൻ. ഈ കഴിഞ്ഞ ദിവസം മൈത്രേയനും രാഹുൽ ഈശ്വരും പിന്നെ ആഷ്മി, ഒരു കൊച്ചുമിടുക്കനാ അല്ലേ, ആരെയും നാക്കുകൊണ്ട് അടിച്ചു കയറക്കാൻ വിശേഷ ശക്തികളൊരു പാർട്ടിയാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? മൈത്രേയൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ആഷ്മി കുടുങ്ങിപ്പോയി. ചിലപ്പോൾ ഞാനിങ്ങനെയുള്ളതൊക്കെ കേൾക്കും. കാരണം നമ്മുടെ സഹോദരങ്ങളല്ലേ, ഒരു ഇത് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് എന്താണെന്ന് അറിയാമല്ലോ. ഇവരുടെ സ്റ്റാൻഡേർഡും കാര്യങ്ങളും നല്ലതും കാണും, അത് നമുക്ക് അംഗീകരിക്കാത്തതും കാണും. താറാവ് തീറ്റിൻ്റെ പോലെ നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതിയല്ലോ, ബാക്കി വിട്ടേക്കാമല്ലോ. അപ്പോൾ പക്ഷെ മൈത്രേയൻ പല സ്ഥലത്തും പറഞ്ഞൊരു കാര്യം, യേശുക്രിസ്തുവിൻ്റെ ഒരു കാര്യം തന്നെ എടുത്ത് ചില മതപണ്ഡിതന്മാരോട്, നിങ്ങൾ ഈ മതങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പകരം യേശുക്രിസ്തു പറഞ്ഞൊരു വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്യനെ സ്നേഹിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അതല്ലേ വിഷയം എന്ന് അദ്ദേഹം പറയാനിടയായി. അപ്പോൾ തൻ്റെ ഒരു സംശയം ഇതാണ്, ഒരു കാര്യം എനിക്ക് അംഗീകരിക്കാൻ ഒക്കത്തില്ല, യേശുക്രിസ്തുവിൻ്റെ ഉപദേശ വചനങ്ങൾ മനുഷ്യൻ അംഗീകരിക്കാൻ പോയാൽ അത് പ്രയോജനമില്ല. അതിൻ്റെ അർത്ഥം അടി കൊടുക്കണമെന്നാണ് പുള്ളിയുടെ അഭിപ്രായം. അങ്ങനെയാണല്ലോ പത്രോസ് വാളെടുത്തത്. പത്രോസ് വാളെടുത്തപ്പോൾ യേശു പറഞ്ഞില്ല, വാളുറയിലിടുക, വാളെടുക്കുന്നവൻ എന്നിവർ വാളുറയിലിടുന്നു അന്നേ സമാധാനം ഉണ്ടാകത്തുള്ളൂ. അത് ഇസ്രായേലായാലും ശരി, പിന്നെ അറബ് രാജ്യങ്ങളായാലും ശരി, ഏത് രാജ്യങ്ങളും സമാധാനം ഉണ്ടാക്കണമെങ്കിൽ വാൾ ആദ്യം ഉറയിലിടണം. വാളും കൊണ്ട് വെട്ടിക്കൊണ്ട് സമാധാനം പറഞ്ഞാൽ ഒക്കുമോ? പക്ഷെ അതിനൊരു പരിഹാരം, സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയാനിടയാ. അപ്പോൾ തൻ്റെ ഒരു സംശയം എന്താ, യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഒരു കാരണം കാണിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കാനാണ് പറയുന്നത്. അതിന് പുള്ളിയോട് യോജിപ്പില്ലെന്നാണ്. കാരണം അങ്ങനെ കാണിച്ചു കൊടുത്തത് യേശുവിനെ ക്രൂശിച്ചില്ലേ? യേശു ക്രിസ്തു മറുകരണം കാണിച്ചു കൊടുത്തിട്ടും ക്രൂശിച്ചില്ല, അപ്പോൾ അതിന് വിലയില്ലെന്നാണ് പുള്ളി പറയുന്നത്. അത് രണ്ടും രണ്ടാ മൈത്രയാണ്. യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ കാരണം ഇന്ന് ലോകത്തിൽ ശക്തിമാന്മാരും ബലവാന്മാരും വളരെ കുറവാണ്. അപ്പോൾ എതിർത്ത് ജീവിച്ച് മുന്നോട്ട് പോകാവുന്ന ഒരു കാലമല്ല. ഏതോ മല്ലന്മാരും ശക്തന്മാരും രണ്ടും കൽപ്പിച്ച് പോകുന്ന ഒരു ചുരുക്കം പേര് ലോകത്തിലുണ്ട്. അവരോട് മത്സരിക്കാൻ മറ്റു മനുഷ്യരെ കൊണ്ട് സാധിക്കില്ല. അതിന് ഏറ്റവും നല്ല പണി, ഒന്നടിച്ചോ ശരി കൊണ്ട് അടുത്തും കൂടെ കാണിച്ചു കൊടുക്കും. സ്വാഭാവികമായിട്ടും ആ മനുഷ്യൻ അതോട് അടിനിർത്തി പോകും. അപ്പോൾ തിരിച്ച് പ്രതികരിക്കാത്തൊരു മനുഷ്യനോട് കൂടുതൽ തല്ലലറില്ലല്ലോ, അല്ലെങ്കിൽ അത്രയും കാട്ടാളന്മാരായിരിക്കണം. അത് പിന്നീട് പ്രകൃതി തന്നെ അവരെ ശിക്ഷിച്ചോളും. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതും ഇതും രണ്ടും രണ്ടാണ്. കർത്താവായ യേശു ജനിക്കുന്നതിന് മുമ്പ് താൻ ഭൂമിയിൽ വന്ന് ക്രൂശിക്കപ്പെടണമെന്നും യെശയ്യാപ്രവചനങ്ങളിൽ പ്രവാചക പുസ്തകങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ യേശു ക്രിസ്തു മരിച്ചതിൻ്റെ കാരണം യാഗം, ബലി. ആ ബലിയിനാലാണ് നാം അതിൽ വിശ്വസിക്കുമ്പോൾ, കാരണം വിശ്വാസമാണല്ലോ എല്ലാം, വിശ്വാസമാണ് എൻ്റെ ബേസിക്കിൽ. ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ആ ഡോക്ടറെ വിശ്വസിക്കുന്നു. ബസ്സിൽ കയറി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിലെ ഡ്രൈവറെ വിശ്വസിച്ചില്ലേ കയറുന്നേ. അപ്പം വിശ്വാസം അടിസ്ഥാനമാണ്. പക്ഷേ ആ വിശ്വാസത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോഴാണ് മനുഷ്യൻ കുടുങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാണ് പലവിധ വ്യാഖ്യാനങ്ങളും മതഗ്രന്ഥങ്ങളും യഹൂദ മതം പോലും തെറ്റായി മനുഷ്യനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയുകൊണ്ടാണ് യേശു ക്രിസ്തു ശരിയായ സത്യം അവിടെ അറിയിക്കാൻ തുടങ്ങിയത്. അപ്പോൾ യേശുവിനെ അവർ ക്രൂശിച്ചെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം, പല പ്രാവശ്യം യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചെങ്കിൽ യേശു ഒരു വാക്ക് പറയുന്നുണ്ട്, ഇന്നും നാളെ എൻ്റെ സമയം വരെ ഞാൻ പ്രസംഗിക്കും, അത് കഴിയുമ്പോൾ നിങ്ങളുടെ തരും, നിങ്ങൾ ചെയ്തു. ഇത് ദൈവത്തിൻ്റെ നിർണയമാണ്. അല്ല മറുകരണം കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രതികരിക്കാത്തതുകൊണ്ടാണെന്ന് പറയുന്നത് അത് ഹിറ്റ്ലറിൻ്റെയും പിന്നെ സ്റ്റാലിൻ്റെയും സിദ്ധാന്തങ്ങളാണ്. അത് പഠിച്ച് നമ്മൾ അകത്ത് വെച്ചിരുന്നാൽ നമ്മൾ പലപ്പോഴും അതിനനുസരിച്ച് നമ്മൾ വിധി കൽപ്പിത്തുള്ളൂ. ഏത് മനുഷ്യനും കുറേ പുസ്തകങ്ങൾ വായിച്ച് അകത്ത് കയറ്റിയാൽ അവൻ മറുപടി പറയുമ്പോൾ അതിൻ്റെതായ അംശങ്ങൾ കാണും. ഇസ്രായേൽ ഇറാൻ്റെ യുദ്ധം തന്നെ നോക്കുക. ഒരു കാര്യം നമുക്ക് സമ്മതിച്ചേ പറ്റത്തുള്ളൂ, എന്താ, നെഥന്യാവ് അന്നേ പറഞ്ഞു, ഞങ്ങൾ ആയുധം താഴെ വെച്ചാൽ പിന്നെ ഇസ്രായേലില്ല. അത് പേർഷ്യൻ ആളും പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ അവരെ പൊടിയാക്കി കളയും. അതാരെങ്കിലും സമ്മതിക്കുമോ? നിന്നെ ഞാൻ തീർത്ത് കളയും, പൊടിയാക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടും കൽപ്പിച്ച് അവർ നീക്കത്തുള്ളൂ. അപ്പം ഇതിനൊരു സൊല്യൂഷൻ എങ്ങനെ നടക്കും? ഇന്ന് രാവിലെ ഞാൻ ഒരാൾ ഇങ്ങനെ സംഭാഷിക്കുന്നത് കേട്ടു. എന്താ, താൻ ചില യഹൂദ അറബിമാരും ആയിട്ട് സംഭാഷിച്ചതായ ഒരു കാര്യം. ഇസ്രായേൽ ദേശത്ത് പോയപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെട്ടൊരു മനുഷ്യൻ ചില യഹൂദ അറബികളുമായിട്ട് സംസാരിച്ച കൂട്ടത്തിൽ താൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു, യഹൂദന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാരാണ്? ഏറ്റവും അറിയപ്പെട്ടവരും ശ്രേഷ്ഠനായ മനുഷ്യൻ. അപ്പം അവർ പറഞ്ഞത് റബിമാരാന്ന് ഓർക്കണം. അവർ പറഞ്ഞത് നെഥന്യാവിൻ്റെ ജ്യേഷ്ഠൻ
ആരാ? യോനാഥാൻ NNB ഉഗാണ്ടയിലെ ഓപ്പറേഷന് ക്യാപ്റ്റനായി പോയതായ ആ ഓപ്പറേഷൻ കൈകാര്യം ചെയ്യുന്നതായ യോനാഥാൻ എന്ന് പറയുന്നവൻ നെതന്യാവിൻ്റെ ജ്യേഷ്ഠനാണ്. താനത് ഭംഗിയായി ഓപ്പറേഷൻ നടത്തിയിട്ടെങ്കിലും അവസാനം ഒരു ഇസ്രായേൽ ബന്ദി അവിടെ മരിച്ചു വീണുപോയി അറിയാതെ. അവർക്ക് ഭാഷ മനസ്സിലാകാതെ പെട്ടെന്നവർ മരിച്ചു തോക്കുകൊണ്ട്. ആ ബോഡി എടുക്കാൻ വേണ്ടി തിരിച്ചു പോയതാണ്. നോക്കണം, അവരുടെ ഉത്തരവാദിത്വം നോക്കിയേ. അതിനെ വേണം ഉപേക്ഷിച്ചിട്ട് പോകാൻ, ചത്തതല്ലേ. പക്ഷേ ആ ബോഡി പോലും യഹൂദൻ കളയാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവൻ ബോഡി എടുക്കാൻ പോയപ്പോഴാണ് ഈ വെടികൊണ്ട് കിടന്ന ഒരു ഉഗാണ്ടക്കാരൻ തോക്കെടുത്ത് യോനാഥാനെ വെടിവെച്ചു. അങ്ങനെയാണ് യോനാഥാൻ മരിച്ചത്. അപ്പോൾ അതിലാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇദ്ദേഹം പറഞ്ഞ അല്ല, മറ്റൊരു യഹൂദനുണ്ട്, യേശുക്രിസ്തു. ആ യേശുക്രിസ്തു എന്ന യഹൂദനാണ് ലോകത്തിൽ സമാധാനം വരുത്തിയതും അദ്ദേഹത്തിന് മാത്രമേ സമാധാനം കൊണ്ടുവരാൻ കഴിയൂ. യേശു എന്താ പറഞ്ഞു? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന പോലെയല്ല. താൻ പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത്, ആ ലോക സമാധാനത്തിനും മനുഷ്യൻ്റെ രക്ഷയ്ക്കും വേണ്ടി തൻ്റെ ജീവനെ കൂടെ ഊറ്റിക്കൊടുത്തതാണ് യേശുക്രിസ്തു. ഒരു ഹിന്ദു സഹോദരനാണ് പറഞ്ഞത്. ഈ പറഞ്ഞ ഒരു ഹിന്ദു ബ്രാഹ്മണനാണ്. ആ ഹിന്ദു ബ്രാഹ്മണൻ പറഞ്ഞാണ് ആ യേശുക്രിസ്തു. ഇസ്ലാമിന് എന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ ഏറ്റുകൊള്ളുന്നില്ല? ഇസ്ലാമിൻ്റെ പ്രവാചകനല്ലേ? അദ്ദേഹം പറഞ്ഞാണ്, ഇസ്ലാമിൻ്റെ പ്രവാചകനാണല്ലോ യേശുക്രിസ്തു. പുള്ളി പറഞ്ഞു, ഞാൻ ഖുർആൻ വായിച്ചിട്ടിൽ അതിനകത്തും ഏറ്റവും ഹൈലൈറ്റ് നിൽക്കുന്നതും ദൈവത്തന്നായ യേശുക്രിസ്തുവാണ്. യഹൂദന്മാരും വരവിന് വേണ്ടി കാത്തിരിക്കുന്ന യേശുക്രിസ്തുവിനെയാണ്. ക്രിസ്ത്യാനികൾ ഈ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചത് കൊണ്ടാണ് ലോകം മുഴുവനും യഹൂദന്മാർക്ക് പോലും പ്രശസ്തി ഉണ്ടായത്. കാരണം അവരാണ് ഇത് കൂടുതൽ പ്രചരിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ കോഡ്, അതായത് ആബ്രഹാം കോഡെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിക് കോഡെന്ന് പറഞ്ഞത് ഇസ്രായേലും സുന്നി രാജ്യങ്ങളും കൂടെ ചേർന്ന് സ്ഥാപിച്ചല്ലോ, സൗദി അറേബ്യ, UAE. അതുകൊണ്ടാണ് അവർ ഈ യുദ്ധത്തിൽ ഇടപെടാത്തത്. പക്ഷേ ഷിയ മുസ്ലിങ്ങളടങ്ങിയ ഈ ഇറാൻ അങ്ങനൊരു പോരാട്ടം നടത്തുകയാണ്. ഇസ്രായേലിനെ പൊടിയാക്കും. ഇത് മുൻപ് പലരും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇസ്രായേലിൻ്റെ പക്ഷം നിൽക്കേണ്ട ആവശ്യമൊന്നും ഞാൻ നിൽക്കത്തുമില്ല. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മാർഗ്ഗക്കാരാണ്. നമുക്ക് മതമൊന്നുമില്ല. നമുക്ക് രണ്ട് ഭാഗവും. യഹൂദന് എന്ത് വിശേഷതയെന്ന് അപ്പോസ്തലൻ ചോദിച്ച പോലെയാണ് ഒരു ചോദ്യം. ആത്മീയമായ ഭാഷയിൽ യഹൂദന് എന്താ വിശേഷത? യഹൂദൻ ലോകത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്, സത്യമാണ്. കണ്ടുപിടുത്തങ്ങളിൽ യഹൂദന്മാർ ചെയ്ത നന്മകളുടെ ഒരു അയലത്ത് പോലും വേറെ ആരും വന്നിട്ടില്ല, അതൊക്കെ സത്യമാണ്. അപ്പോൾ മൈത്രേയൻ ചോദിച്ച പോലെ അവന്മാർ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇത്രയും അറിവില്ലാത്ത മനുഷ്യനായി പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചതാണ്. യഹൂദന്മാർ ലോകത്തിന് കൊടുത്ത സംഭാവനകൾ. അദ്ദേഹം അതിന് പറഞ്ഞിരിക്കുന്നത് ഷൈലോക്കിൻ്റെ അമ്മമാർ പണപ്പിരിവുകാരായിരുന്നു, പലിശക്കാരായിരുന്നു. അത് കുറേ പേരുണ്ട്. ക്രിസ്ത്യാനികൾ പലിശക്കാരില്ലേ? പെന്തിക്കോസിൽ പോലും ചിലരെ എണ്ണി നോക്കിയാൽ പലിശ വാങ്ങിക്കുന്നവരുണ്ടല്ലോ, പെന്തിക്കോസുകാർ പോലും. അപ്പോൾ ആ ഷൈലോക്കിൻ്റെ ഒരു കഥ കൊണ്ട് യഹൂദന്മാരെല്ലാം മോശമായില്ല. എന്തുമാത്രം നന്മകളും അവരും ചെയ്തു. ഹിന്ദുക്കൾ ചെയ്യുന്നില്ലേ? ക്രിസ്ത്യാനികൾ ചെയ്യുന്നില്ലേ? അപ്പോൾ എല്ലാ മനുഷ്യരിലും 3 ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് BPL, ബിലോ ഗ്രേഡ് ഉള്ളവരാണ്. മറ്റത് മീഡിയം, അതെല്ലാത്തിനും ഉണ്ട്. ഇനിയും കുറച്ച് ആളുകൾ ഒരു ഹൈ ലെവലിൽ ആത്മീയമായും ജ്ഞാനമായും പിന്നെ ബോധമുള്ളവരും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈ ബ്രാഹ്മണ സഹോദരൻ ഈ റബിയാരോട് പറഞ്ഞു, അല്ല, യേശുക്രിസ്തുവാണ്. നിങ്ങളൊരു കാര്യം ചെയ്യ്. അറബികളും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ട്. ഈശാ നബി യേശുക്രിസ്തു വീണ്ടും വന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകുന്നവരെ അവർ വിശ്വസിക്കുന്നുണ്ട്. ഏതാ? ദജ്ജാൽ ഭൂമിയിൽ വന്ന് യഹൂദന്മാരെ പീഡിപ്പിക്കുന്നതൊപ്പം തന്നെ ഇസ്ലാമിക ആളുകളെയും നശിപ്പിക്കുന്നവർ പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മൗലവിയുടെ ഒരു വീഡിയോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നില്ലേ? നിങ്ങൾ കണ്ടു കാണും പലരും. അദ്ദേഹം മുൻപ് 2000 മുതൽ പ്രസംഗിക്കുന്ന പ്രസംഗമാണെന്നാണ് പറയുന്നത്. എന്താ? ഇനി വരും കാലത്തിൽ ഇറാൻ ആക്രമിക്കപ്പെടുമെന്നും ഒരു മുസ്ലിം മൗലവിയായി പറയുന്നത്. ഉസ്താദ് പേര് ഞാൻ വന്നു, സലീം വാസ്ലിയോ, ആർക്കും പേരറിയാവോ? പേര് ഞാൻ മറന്നുപോയി. അപ്പം അദ്ദേഹം നല്ല കുറച്ചുകൂടെ വ്യക്തമായിട്ട് സംസാരിക്കുന്നൊരു മനുഷ്യനാണ്. അപ്പം താൻ പറഞ്ഞ ഇതാണ്, വരും കാലത്തിൽ ഇറാൻ ആക്രമിക്കപ്പെടും. എത്രയാ 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇറാൻ ആക്രമിക്കപ്പെടും, ഇറാന് നാശം ഉണ്ടാകും എന്നാണ് ആ ഉസ്താദ് പറയുന്നത്. അങ്ങനെ ഇറാന് നാശം ഉണ്ടാകുന്ന സമയം ഇറാൻ കയറി അമേരിക്കയുടെ താവളങ്ങളെ അറ്റാക്ക് ചെയ്യും. ഇന്നിപ്പോൾ അമേരിക്ക 3 ഷെൽട്ടർ ബോംബ് ഇട്ട് കഴിഞ്ഞു. B2 ബോംബിട്ട് ഇറാൻ്റെ ആണവ നിലയം തകർത്തുന്നതാണ് ഇന്ന് രാവിലത്തെ ന്യൂസ് കണ്ടത്. അപ്പോൾ അവർ ചുമ്മായിരിക്കുമോ?
ഇവിടെ ചാകാൻ പോകുന്ന ആരായാലും തങ്ങളുടെ പ്രാണരക്ഷയ്ക്ക് വേണ്ടി എന്ത് തെറ്റായാലും ചെയ്യും. തെറ്റോ ശരിയെന്നോ നോക്കേണ്ട ആവശ്യമില്ല, ഏതായാലും ചാകാൻ പോവാ. പണ്ട് കുട്ടനാട്ടുകാർ പറഞ്ഞ പോലെ ഇവിടെ വള്ളത്തെ മുങ്ങിക്കഴിഞ്ഞാൽ വള്ളം മുങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഏത് കരയാന്ന് നോക്കണ്ട, എങ്ങോട്ട് നീന്തിയാൽ എത്തുമെന്ന് ഒരു ഉറപ്പ് വന്നാൽ അവിടേക്ക് അങ്ങ് ആഞ്ഞ് നീന്തിക്കോണം. നീന്തറിയത്തില്ലേലും നീന്തിക്കോണം, ഏതായാലും ചാവും, എന്നാൽ പിന്നെ നീന്തിയെങ്കിലും രക്ഷപ്പെടുന്നപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനും ഈ പറഞ്ഞ പോലെ അവസാന റൗണ്ടിൽ എന്ത് അന്യായം ചെയ്യാൻ തയ്യാറാകും. അത് കുറ്റോ ശരിയോ എന്നുള്ളത് പിന്നീട് നോക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇറാൻ എന്ത് ചെയ്യും, ഇസ്രായേലിനെ അമേരിക്ക ഇറാനെ ആക്രമിക്കുമ്പോൾ 11 രാജ്യങ്ങളിൽ ഏകദേശം, അത് ഞാൻ പറയുന്നത് കേട്ടോ, എൻ്റെ അറിവിലാണ്, 11 രാജ്യങ്ങളിൽ അമേരിക്കയുടെ താവളങ്ങളുണ്ട്. ഈ സൗദി അറേബ്യയും മറ്റ് ഇറാഖിലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇപ്പോൾ ഇസ്രായേലിന് മിസൈൽ വിട്ടതുപോലെ അങ്ങോട്ട് വിടും. അപ്പോൾ ഒരു വലിയ തകർച്ച ഉണ്ടാകും. അറബി രാജ്യങ്ങൾക്ക് അറിയാതായാലും അറബി രാജ്യങ്ങളുടെ അതിനകത്ത് ഇൻവോൾവായി ഒരു വലിയ തകർച്ച അറബ് ലോകത്തിലുണ്ടാകുമ്പോഴാണ് ഇമാം മഹദി രക്ഷകനായിട്ട് വരുന്നത് എന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങൂടെ കേൾക്കാതെ. അപ്പോൾ അവർ ഇമാം മഹദിയെ കാത്തിരിപ്പോൾ രക്ഷകൻ ഈസാ നബി രക്ഷകനായിട്ട് വരുന്നു. ദജ്ജാലിൻ്റെ കയ്യിൽ നിന്ന് ദജ്ജാലിനെ കൊന്നിട്ട് ഈസാ നബി സമാധാന രാജ്യം സ്ഥാപിക്കുമെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് അവർ സംസാരിച്ചു, ഞങ്ങൾ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ശരിയാന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ ബ്രാഹ്മണൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഈ മുസ്ലിങ്ങൾ ഇസ്ലാം യേശുക്രിസ്തുവിനെ ഒരു വലിയ നബിയായിട്ട് അംഗീകരിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് ആ ജീസസ് അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് കോഡ്, അബ്രഹാമിക് കോഡ് പോലെ ഇസ്രായേലും അമേരിക്ക ക്രിസ്ത്യാനികളും അറബികളും ചേർന്ന് ഇസ്ലാമും ചേർന്ന് ഒരു യേശുക്രിസ്തുവിൻ്റെ ദ കോഡ് അക്കോർഡിംഗ് ടു ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ അബ്രഹാമിക് കോഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ യേശുവിൻ്റെ കോഡിലൊരു സമാധാന നിയമം ഉണ്ടാക്കണം. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? സാധിക്കും ബ്രാഹ്മണ സഹോദര, സാധിക്കാൻ പോവുക. ഇതാ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അത് തന്നെയാണ് ഈ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എവിടെ അറിയാം? പെട്ടെന്ന് ഒരാൾ വെളിപ്പെടും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ വായും, വെള്ളക്കുതിരപ്പുറത്ത് ഒരു രക്ഷകൻ ലോകത്തെ ഈ പറഞ്ഞ ജീസസ് ക്രൈസ്റ്റ് എന്നും പറഞ്ഞു, പക്ഷേ ഒറിജിനൽ യേശു അല്ല. അതാ വിഷയം. ഈ പരുവം നോക്കി മനുഷ്യൻ്റെ പൾസ് അറിയാവുന്നവൻ ലോകത്തിലെ ഈ നേതാക്കന്മാരുൾപ്പെടെ ട്രംപും എല്ലാം ചേർന്ന്, ഞാൻ കഴിഞ്ഞ അങ്ങേ പ്രാവശ്യം പറഞ്ഞില്ലേ, ട്രംപും പിന്നെ എലോൺ മസ്കും കൂടെ മുട്ടനടി തമ്മി പിരിഞ്ഞു പോകുന്ന പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു പിരിയത്തില്ല. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, കഴിഞ്ഞ ദിവസം അവരൊന്നായി. കാരണം അങ്ങനെ വരച്ചുള്ളൂ. ഇവരാരും പിരിയേണ്ട സമയമല്ല. ഇവരെല്ലാം ഒന്നായി നിന്നുകൊണ്ട് ഒരു ലോകരക്ഷകനെ അവർ കൊണ്ടുവരാൻ പോവുകയാണ്. അത് ഈ പറഞ്ഞ പോലെ ജീസസ് ക്രൈസ്റ്റ് കോഡാണ്. ഈ ബ്രാഹ്മണൻ സ്വപ്നം കണ്ട ഇത് നടക്കാൻ പോവുകയാണ്. പക്ഷേ ഒറിജിനൽ ക്രിസ്തു അല്ല. ഒറിജിനൽ ക്രിസ്തു 19-ാം അധ്യായത്തിൽ വരുന്ന ഇവർ പറയുന്ന ഇമാം മഹദി എന്നോ അല്ലെങ്കിൽ വരാവുന്ന യേശു ക്രിസ്തു വെള്ള കുതിരപ്പുറത്ത് വരുന്ന രണ്ടാമത്തതാണ്. ഈ 6-ാം വാക്യത്തിൽ പറയുന്ന അവനാണ് ദജ്ജാൽ, അവനാണ് ആൻറ്റി ക്രൈസ്റ്റാണ്, പക്ഷേ ആൻറ്റിയാണ്. അവൻ വളരെ തന്ത്രപരമായിട്ടും ദാനിയേൽ പുസ്തകത്തിൽ വായിക്കുന്നതിൽ ഉപായബുദ്ധിയാൽ നയപരമായി ലോകത്തെ വഞ്ചിച്ച് കളയും. കാരണം എന്താ? ഇപ്പോൾ ട്രംപിൻ്റെ ആറ്റിറ്റ്യൂഡ് നോക്കിയേ. ട്രംപ് അവസരമായിട്ട് സംസാരിക്കുന്നൊരു മനുഷ്യനാണ്. നോക്കണം, സംഭവം എന്താ നടക്കുന്നതെന്നും ഈ അനൗൺസ് ചെയ്യുന്നതും തമ്മിൽ എൻ്റയർലി ഡിഫറൻസ് കാണും. നേതാക്കന്മാർ പോലും കള്ളം പറയാൻ തുടങ്ങി. നോക്കണം, നമ്മുടെ നേതാക്കന്മാരെ കണ്ടിട്ടില്ലേ? അവസരോചിതമായിട്ട് സംസാരിക്കുക, താൽക്കാലിക ലാഭത്തിന് വേണ്ടി എന്ത് അന്യായങ്ങളും വിളിച്ചു പറയുക. അപ്പോൾ അതൊരു ട്രെൻഡാണ്. മലയാളികളെ പൊതുവെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് വിഷയവും സ്വന്തം തള്ള ചത്ത് കിടന്നാലും അതിനെ ഒന്ന് ഡിബേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ആര്? മലയാളികൾ. കാരണം അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, ഈ ഏതോ ഒരു സ്ഥലത്ത് പൗലോസ് ചെന്നപ്പോൾ അതേന എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടെത്തുന്നു പോകുമ്പോൾ പൗലോസിനെ കേൾക്കാൻ വളരെ ജാഗ്രതയോടെ എല്ലാവരും കൂടി വന്നു. എന്താണെന്നറിയാമോ? അവർക്കിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കണം. പുതിയ കാര്യങ്ങൾ കേട്ട് ഇങ്ങനെ പോകുന്നൊരു ടെൻഡൻസി പണ്ട് കാലത്തൊട്ടേ കാപ്പി കുടിക്കുന്നതിന് മുമ്പ് മനോരമ വായിച്ച് ശീലിച്ചും ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ളതായ പ്രശ്നങ്ങളും ഇങ്ങനെ ന്യൂസ് വായിച്ച് മലയാളികൾക്ക് അങ്ങനൊരു പ്രത്യേക ടാലൻ്റാണ്. അവർക്ക് എന്തെങ്കിലും പുതിയ ന്യൂസ് കിട്ടിക്കൊണ്ടിരിക്കണം, അല്ലാതെ പക്ഷം ഉണ്ടായിട്ടൊന്നുമല്ല. ഇപ്പോൾ ഒരു കൂട്ടർ ഇസ്രായേലിൻ്റെ പക്ഷമായിട്ടോ ഒരു കൂട്ടർ ഇറാൻ്റെ പക്ഷമായിട്ടല്ല. ഈ മലയാളികളുടെ ഒരു ട്രെൻഡാണ് പുതിയ ന്യൂസ് വരിക, ചർച്ച ചെയ്യുക, ഒരു ബഹളം ഉണ്ടാക്കുക, വീട്ടിൽ പോയി കട്ടക്കാ പിടിച്ചിട്ട് പിറ്റേ ദിവസം വരിക. അല്ല, ഇപ്പോൾ ചാനലില്ലാന്നുള്ളൂ. പണ്ട് തെരുവിലായിരുന്നു. ഇപ്പോൾ പണ്ട് മുറുക്കാൻകടയിലും തെരുവിലും കൂടിയിരുന്നവരിപ്പോൾ ടി വിയുടെ മുമ്പിലിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. വല്ല ഗുണമുണ്ടോ? കുറേ കാര്യങ്ങളൊക്കെ പ്രയോജനം ഉണ്ടെങ്കിലും ബാക്കി മുഴുവനും യൂസ്ലെസ്
ഇതായിട്ട് മാറുകയാണ്. ചുമ്മാ ഇവിടെ ചർച്ച. ഇവിടെ ഇസ്രായേൽ ഇവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവർ പറഞ്ഞുകൊണ്ടുള്ള അടി നടക്കാതിരിക്കുമോ? ഇപ്പം മുഖ്യമന്ത്രി ഇസ്രായേൽ തെമ്മാടികളാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? ഞങ്ങളെ തലാൻ വന്നവനെ ഞങ്ങൾ വെറുതെ വിടുമോ? അവർക്ക് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം ഇല്ലല്ലോ. ഒരു കാരണം കാണിക്കല. ഇനി പേർഷ്യക്കാർ സമ്മതിക്കുമോ? അവരടിക്കുമ്പോൾ അവർ തിരിച്ചടിക്കും. അപ്പോൾ ആരും മോശക്കാരല്ല. പാകിസ്ഥാൻ ഇന്ത്യയിൽ കയറി തൊട്ടിയപ്പോൾ ഇന്ത്യ ചുമ്മായിരുന്നു, കയറി അടിച്ചില്ലേ? അപ്പോൾ ഇത് ലോകസഹജമാണ്. അപ്പം നമ്മളൊരു പക്ഷം നിൽക്കേണ്ട ആവശ്യമില്ല. സംഭവാമി യുഗേ യുഗ എല്ലാം. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഈ ബ്രാഹ്മണ സഹോദരൻ റബിയോട് സംസാരിച്ചതുപോലെ ഒരു രക്ഷകൻ യേശുക്രിസ്തുവിൻ്റെ പേരിൽ വരും. യേശുക്രിസ്തു അല്ല, അത് താമസിക്കാതെ വരും. ഇതിനിടയിൽ എന്താണ് സംഭവിക്കുന്നത്? അതിലൊന്നാണ് നമ്മൾ പറഞ്ഞ 3 വിഷയങ്ങളൊന്നും ചെറുതായിട്ട് ടച്ച് ചെയ്തത്. ഏദൻ തോട്ടം അത് സത്യമായിരുന്നു. ഏദൻ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ചരിത്ര സത്യങ്ങളും ബൈബിൾ സത്യങ്ങളും ഒന്നായി തന്നെ പറയുകയാണ്. വായിച്ച് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14 വായിച്ച്. 3 നദിക്ക് ഹിദ്ദക്കൽ മേളിൽ ഒരു നദി തോട്ടത്തെ 4 ശാഖകളായി പിരിഞ്ഞത് വായിക്കും. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. എത്രാം വാക്യം? 10-ാം വാക്യം. 10:10 വായിര്. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ തോട്ടം നനപ്പാൻ ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടെന്നാണ്. ഇത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റാണ്. ഒരുത്തർക്ക് നിഷേധിക്കാൻ വയ്യാത്തൊരു സത്യമാണ്. ഏദൻ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അത് എവിടെയാണെന്നുള്ളതല്ലേ? കൃത്യമായിട്ട് ആ സ്ഥലം ഇന്നും ലൊക്കേറ്റ് ചെയ്ത് എളുപ്പമുണ്ട്. വായിച്ചേ. അത് അവിടെ നിന്ന് 4 ശാഖയായി 4 നദികളായി പിരിഞ്ഞു. ഏദനിൽ നിന്ന് 4 നദികളായി പിരിഞ്ഞതാണ് ചരിത്രം. അപ്പോൾ തുടക്കം ഇവിടെയാണ്. പക്ഷെ പിന്നീട് നോഹയുടെ വെള്ളപ്പൊക്കത്തിന് ശേഷം അത് കഴിഞ്ഞിട്ട് പിന്നീട് പേലേഗിൻ്റെ കാലത്തിൽ 2-ാം അധ്യായം 25-ാം വാക്യം വായിച്ച്. ഞാൻ ബേസിക്കലി അത് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2:25. പേലേഗിൻ്റെ കാലത്തിൽ ഭൂവാസികൾ പിരിഞ്ഞു പോയെന്നാണ്. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ എർത്ത് ഷാൽ ബി ഡിവൈഡ്. ഭൂമി ഇന്ന് ഒറ്റ ഭൂമിയായിരുന്നത് ഈ നോഹയുടെ വെള്ളപ്പൊക്കത്തിന് ശേഷം പതുക്കെ ഇപ്പോൾ ആഫ്രിക്കയിലെ 2ആയിട്ട് പിരിയെന്ന് പറഞ്ഞ പോലെ പിരിഞ്ഞ് ഇന്ന് നമ്മുടെ ഏഷ്യ ഈ ഭൂഖണ്ഡങ്ങളായിട്ട് മാറിയതാണ്. വായിച്ച 2:25. 10:25 വായിക്കാം. ഒരുത്തിന് പെലേഗ് എന്ന പേർ. അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞു പോയത്. അവന്റെ കാലത്ത് ഭൂവാസികളല്ല, ഭൂമി പിരിഞ്ഞു പോയത്. അങ്ങനെയാണ് പിരിയാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഭൂമിയുടെ പിരിവിന് ശേഷം പലതും മാറി. ഇപ്പോൾ ഏദനിൽ നിന്ന് പുറപ്പെട്ട നദികൾ പിന്നീട് ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങിയതാണ് കാണുന്നത്. ഈ നദികൾ ഇന്ന് വ്യക്തമായിട്ട് ചരിത്ര സത്യങ്ങൾ തന്നെ വെളിപ്പെടുത്തുകയാണ്. നമുക്ക് 4 നദികളെക്കുറിച്ച് നോക്കാം. ഏതൊക്കെ നദിയാണ്, ഏത് രാജ്യങ്ങൾ കൂടി ഒഴുകാൻ നോക്കാം. വായിക്കാം. ഒന്നാമത്തിന് പീശോൻ എന്ന് പൈസൺ. ഒന്നാമത്തെ പീസോൺ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പൈസോൺ എന്ന് പറയും. ഈ പൈസോൺ നദി ഇപ്പോൾ ഇല്ല. സൗദി അറേബ്യ, കാരണം അത് ഹവീല ദേശത്തോട് പോകുന്നു പറഞ്ഞല്ലേ വായിച്ച്. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. ഹവീല ദേശമൊക്കെയും. ഏതാണ് ഈ ഹവീല? ഹവീല എന്ന് പറയുന്നത് ഒരുത്തൻ്റെ പേരാ. അവിടെ ഇല്ലേ? വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം ഉണ്ടല്ലോ. ഹവീല ആരുടെ മോനാ? ഓഫീർ കഫീല. ആരുടെ മോനാ അത്? 10:28. വായിച്ചേ. ഓഫീർ കഫീല യോബാബ് എന്നിവരെ ജനിപ്പിച്ചു. അതല്ല 10ന്റെ ആരംഭത്തിലുള്ളത്. 10-ാം അധ്യായത്തില് കാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കാനാൻ. കൂശിന്റെ പുത്രന്മാർ സെബാ, ഹബീല. നോക്കണം. കൂശിന്റെ പുത്രന്മാർ കൂശാരുടെയാ? കനാൻ. അതായത് കനാൻ ആരുടെ മോൻ? നോഹയുടെ സന്തതിയിൽപ്പെട്ട 3 പേരാണ്. ഷേം, ഹാം. അപ്പോൾ ജലപ്രളയത്തിന് ശേഷം പിന്നെ സന്തതി പരമ്പര ഉണ്ടായി തന്നെ നോഹയുടെ കാലത്തിന് ശേഷമാണ്. അത് 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 10-ാം അധ്യായത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ അവിടെ 2-ാം വാക്യം വായിച്ച്. 10:2. പുത്രന്മാർ ഗോമേർ. അപ്പോൾ നോഹയുടെ 3 പുത്രന്മാരാണ് യാഫേത്ത്, ഷേം, ഹാം. അപ്പം ഇനി അവരുടെ വംശപാരമ്പര്യം. അപ്പം ഇതെല്ലാം ആരംഭകാലങ്ങൾ ഉണ്ടായിരുന്ന മെസ്സോപ്പൊത്തോമിയൻ, സുമേരിയൻസ് എന്ന് കേട്ടിട്ടില്ലേ? മെസ്സോപ്പൊത്തോമിയ എന്ന് പറയുന്ന ഇറാഖിൻ്റെ പ്രവശ്യയിലുണ്ടായിരുന്ന ജനതകളാണിത്. അതിനു മുമ്പാണ് ഏദൻ തോട്ടമുള്ളത്. അപ്പോൾ ഈ മെസ്സോപ്പൊത്താമിയ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴും ഉണ്ടല്ലോ.
മെസോപ്പൊത്താമിയ എന്ന് പറഞ്ഞാൽ മെസോപ്പൊട്ടോമിയ എന്ന 2 നദികളുടെ കരയെന്ന് അർത്ഥം. 2 നദികളുടെ നദീതട പ്രദേശത്തുണ്ടായ ഫലപുഷ്ടിയുള്ള സ്ഥലത്തെയാണ് ഈ മെസോപ്പൊട്ടാമിയ. കാരണം പണ്ടത്തെ നാഗരികതയെല്ലാം നദീതീരങ്ങളിലല്ലേ. അങ്ങനെ മെസോപ്പൊട്ടാമിയൻ പാരമ്പര്യമാണ് വംശങ്ങളുടെ തുടക്കം. ഇന്ത്യയിൽ വന്ന ആദിമ ജനങ്ങളായ ദ്രാവിഡരെന്ന് പറയുന്നവരും രണ്ടാമത് വന്ന ആര്യന്മാരും എല്ലാം ഇവിടെ നിന്ന് പുറപ്പെട്ടു വന്നവരാണ്. അന്ന് ഇതെല്ലാം ഒന്നിച്ച് കിടന്ന് രാജ്യത്തു നിന്ന് ഇങ്ങനെ വന്ന് അവർ കുടിയേറി പാർത്തു. അതിനൊരു കാരണമുണ്ട്. അത് പിന്നെ പറയാം. അപ്പം ഈ 4 നദികളിൽ ഒന്ന് പൈസോൺ ആരുടെ? ഹബീല ദേശത്ത്. ഹബീല ആരുടെ മകൻ? ക്രൂസിന്റെ മകൻ. വായിച്ചേ, ഇപ്പോൾ വായിച്ചു വാക്യം. ക്രൂസിന്റെ മക്കള് കൂശിന്റെ പുത്രന്മാർ സെബ, ഹവീല, സെബ, ഹവീല, സപ്ത, രമ, സപ്തേക്ക. ഈ പേരുകളെല്ലാം ഇന്നും നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഇല്ലയോ? പിന്നെ രമ, പിന്നെ അടുത്ത സപ്തേക്ക. ഇനി അതിന്റെ മക്കളാണ് ശെബയും ദേഥാനും. അത് വായിച്ച്. രമയുടെ പുത്രന്മാർ ശെബയും ദെദാനും. ഇത് എവിടെ പറയുന്നുണ്ട്? ഇനി വരാൻ പോകുന്ന ലോകമഹായുദ്ധത്തിൽ ഇവരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ആ സമയം നമുക്ക് അതിനെ പറ്റി ചിന്തിക്കാം, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. അപ്പോൾ ഏദൻ തോട്ടത്തിൽ ഈ 4 നദികൾ, ഒന്ന് പൈസോൺ, അത് ഹവീല ദേശമൊക്കെയും. വായിച്ചേ. ഒന്നാമത്തേതിന് പീശോൻ എന്നു പേർ, അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. ഹവീല ദേശമൊക്കെ. ഹവീല ദേശം എന്ന് പറഞ്ഞാൽ ഈ സൗദി അറേബ്യ ഉൾപ്പെട്ടതായ ആ പെൻസുലായാണ്. സൗദിയുടെ അറേബ്യൻ പെൻസുലായിൽ കൂടെ ചുറ്റിക്കൊണ്ടിരുന്ന നദിയാണ് ഈ പറഞ്ഞ പോലെ പൈസോൺ. പക്ഷെ അതിപ്പോഴില്ല, അതിപ്പോൾ പറ്റിക്കിടക്കുക. അത് ചരിത്രം തന്നെ അത് പറയുന്നുണ്ട്. ചരിത്ര ഗവേഷകർ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ പൈസോൺ നദി അടിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് അവിടെ കാണാൻ കഴിയും. അടുത്തത്, അവിടെ പൊന്നുണ്ട്, ആ ദേശത്തിലെ പൊന്ന് മേൽത്തരമാകുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അവര് സൗദി അറേബ്യ പുതിയ സ്കീം ആരംഭിച്ചിരിക്കുകയാണ്. അവരതിനെ ഡെവലപ്പ് സിറ്റിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് വായിക്കാം. രണ്ടാം നദിക്ക് ഗീഹോൻ എന്ന് പേർ. ഗീഹോൻ, ആഫ്രിക്കയിൽ നമ്മുടെ വേലക്കിറങ്ങിയ ഒരു സഹോദരൻ്റെ പേര്, നമ്മുടെ സഹോദരൻ്റെ പേര് ഗീഹോൻ എന്നാണ്. പാസ്റ്റർ ഗീഹോൻ അല്ലേ? ആഫ്രിക്കൻ പേരിൽ ഇപ്പോഴും ഉണ്ട് ആ പേരുകൾ അനേര്. അപ്പൊ ഈ നദിയുടെ പേര് ഗീഹോൻ. വായിച്ച്. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. ക്രൂസ് എന്ന് പറഞ്ഞ എത്യോപ്യൻ, നോക്കണം. ക്രൂസ് ദേശമൊക്കെയും ചുറ്റുന്നു. അപ്പോൾ ക്രൂസ് ദേശങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, 16 രാജ്യങ്ങളെ ചുറ്റുന്ന ഒരു നദിയാണ് ഇത്, ഈ ഗീഹോൻ എന്ന് പറയുന്നത്. അതിന് തുടക്കം എവിടെയാണെന്നറിയാവോ? ഉഗാണ്ടയിലെ ജിഞ്ച സിറ്റി. ഞാൻ നമ്മുടെ ഒരു സഹോദരനെ, അവിടെ ആയിരുന്നൊരു സഹോദരനോട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അത് പുള്ളി എൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് പറഞ്ഞു. ആരാ? നമ്മുടെ അദ്ദേഹം സാജു മാത്യു, ക്ലാസ് ഇങ്ങനെ ഒരാളുണ്ടല്ലോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ആഫ്രിക്കയിലേക്കും വിളിച്ചു ചോദിച്ചപ്പോൾ പുള്ളി വിക്ടോറിയ തടാകത്തെ പറ്റി. വിക്ടോറിയ തടാകം എന്ന് പറഞ്ഞാൽ വലിയൊരു നിരപ്പായ സ്ഥലമാണ്. അവിടെ നിന്നാണ് ഈ ഉറവ് പൊട്ടി ഈ പറഞ്ഞ ഗീഹോൻ നദിയുടെ പുറപ്പെടുക. ആ ഗീഹോൻ നദി രണ്ടിതായിട്ട് വരും. ഒന്ന് ബ്ലൂ, അതാണ് നൈൽ നദി. ഈജിപ്തിൽ കൂടെ ഓടി മെഡിറ്ററേനിയൻ കടലിൽ വന്ന് ഇപ്പോഴും അവസാനിക്കുന്ന നൈൽ നദിയാണ് ഈ ഗീഹോൻ എന്ന് പറയുന്നത്. 6600 കിലോമീറ്റർ അടുത്ത് നീളമുണ്ട്. ഇന്ന് വരെ ഗതിമാറാതെ ഒഴുകിയ ഏക നദി ഈ 4 നദിയിലെ നൈൽ നദിയാണ്. നൈൽ നദി അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അത് പല രാജ്യങ്ങൾ കൂടെ, ഉഗാണ്ട, സ്വീഡൻ, അങ്ങനെ പല രാജ്യത്തിൽ കൂടി ഈജിപ്റ്റ് ഒഴുകി അവസാനം മെഡിറ്ററേനിയൻ സീയിൽ വന്ന് അത് അവസാനിക്കും. മറ്റു നദികളെല്ലാം പേർഷ്യൻ കടലിലാണ്. പേർഷ്യൻ കടൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാസമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പേർഷ്യൻ, അതാണ് ഈ അറബി രാജ്യങ്ങൾ. സൗദി അറേബ്യയും ഈ പറഞ്ഞ 5-8 രാജ്യങ്ങൾ അതിന് ചുറ്റും കിടക്കുകയാണ്. ആ പേർഷ്യൻ ഗൾഫിൽ നിന്നുണ്ടല്ലോ അറേബ്യൻ കടൽ എന്ന് പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന അറേബ്യൻ കടൽ. അപ്പം രണ്ടാമത്തെ നദി എന്ന് പറഞ്ഞാൽ നൈൽ നദിയാണ്. അതിന് 2 കൈവരിയായിട്ട് ഒഴുകിയിട്ട്, ഒന്ന് ബ്ലൂ നൈൽ നദി, ഒന്ന് വൈറ്റ്. അതിന് വെള്ളം ഒന്ന് വെള്ളയായിട്ടിരിക്കും, ഒന്ന് പച്ച. ഇത് രണ്ടും കൂടെ ചേർന്ന് ഈജിപ്തിൻ്റെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒന്നിച്ചു ചേർന്നിട്ടാണ് പിന്നെ മെഡിറ്ററേനിയൻ സീയിലേക്ക് വന്നത്. ഇതൊന്നും ചരിത്ര സത്യമല്ലേ? അല്ല ബൈബിൾ മിത്താണോ? നമ്മൾ TPMലെ ചില ഉപദേശങ്ങൾ അല്ലെ മിത്താണെന്ന് മറ്റൊരു പറയുന്ന പോലെ ഇതെല്ലാം സത്യമല്ലേ? ഇത് ചരിത്രം പഠിക്കുന്നതിന് അറിയത്തില്ലേ? പിന്നെ ചില രാഷ്ട്രീയ ചിന്താഗതിയിലും മതവെറിയെല്ലാം കയറുന്നവന്, ഇതെല്ലാം നിരീശ്വരവാദവും കയറുന്നവന് അവൻ്റെ മാർഗം സ്ഥാപിക്കാൻ വേണ്ടി ഇതെല്ലാം പറഞ്ഞു. നിങ്ങൾ പഠിച്ചു നോക്കി. അപ്പോൾ രണ്ടാമത്തെ നദി ഗീഹോൻ, അതാണ് നൈൽ നദിയാണ്. അത് ഉഗാണ്ടയിൽ, ആഫ്രിക്കയിലെ ഉഗാണ്ടയിൽ നിന്ന് ജിഞ്ചോ സിറ്റിയിൽ നിന്ന് വിക്ടോറിയ നദി തടാകത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് ആ ഉഗാണ്ട, സ്വീഡൻ, 2 സ്വീഡനിലും
രണ്ട് ഭാഗത്തുള്ള രണ്ട് നദി ഒഴുകുന്നുണ്ട്. ഒഴുകി കറങ്ങിത്തിരിഞ്ഞ് 16 രാജ്യങ്ങളെ ചുറ്റുന്നുണ്ട് ആ നദി. 6000 ഏറ്റവും വലിയ നദിയാണ്. 6000 ആമസോൺ നദിയാണ് ഏറ്റവും നീളം കൂടുതലാണ് പിന്നെ കണ്ടുപിടിച്ചത്. പക്ഷേ നൈൽ നദി 6600 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ടാണ് ഈജിപ്തുകാർ നൈൽ നദി ആരാധിച്ചുകൊണ്ടിരുന്നത്. പണ്ട് നദികളൊക്കെ ദേവതകളാണെന്ന് അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. കാരണം മനുഷ്യന് സമൃദ്ധി ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ നദിയിലെ വെള്ളം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ അന്ന് ഇത്രയൊന്നും അറിവില്ലല്ലോ, ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ട് ഇതിനെല്ലാം ആരാധിക്കുന്നൊരു കാലമായിരുന്നു. ഏതെങ്കിലും നന്മ ചെയ്യുന്നവരെ ആരാധിക്കുക. ഇന്ന് കാണുന്നില്ലേ, ഒരു നല്ല സിനിമയിൽ അഭിനയിച്ച് അവൻ്റെ കാൽക്ക് പോയി വീഴും, അവൻ ആരാധകനാണ്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരന് മുമ്പിൽ പോയി ആരാധിക്കും. ഇങ്ങനെ ആരാധക വൃന്ദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദുഷ്പ്രവണത മനുഷ്യർക്ക് അന്നും ഇന്നും ഉണ്ട്. അപ്പോൾ അതാണ് ഗീഹോൻ, നൈൽ നദി. മനസ്സിലായോ? ആഫ്രിക്കയിൽ കൂടെ വഴി ഈ മെഡിറ്ററേനിയൻ കടൽ വന്ന് അവസാനിക്കും. അപ്പം ഇതെല്ലാം പോയി ചേരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ഈ നോഹയുടെ വെള്ളപ്പൊക്കത്തിന് ശേഷവും ഭൂമിയുടെ പെലഹിൻ്റെ കാലത്ത് ഭൂമിയുടെ ഇതിന് ശേഷമാണ് ഇതെല്ലാം ഡിസോർഡർ ആയത്. മറ്റത് ഇവിടുന്ന് അങ്ങോട്ടാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. ഏത് നൈൽ നദി അല്ല, ഈ പറഞ്ഞ നദി ഇവിടുന്ന് പുറപ്പെട്ടതായിരിക്കുന്നത് തോട്ടത്തെ നനയ്ക്കാൻ. ദൈവത്തിന് സ്തോത്രം. താട്ട് വായിക്കുക. അടുത്തത് മൂന്നാം നദിക്ക് ഹിദ്ദക്കേൽ എന്ന് പേർ. ഹിദ്ദക്കേൽ എന്ന് പറഞ്ഞാൽ ടൈഗ്രീസ് കേട്ടിട്ടില്ല? യൂഫ്രട്ടീസ് ടൈഗ്രീസ് ഇപ്പോഴും ഉണ്ടല്ലോ. ആ രണ്ട് നദി ഇപ്പോഴും ഉണ്ട്. ഈ ടൈഗ്രീസ് നദി എന്ന് പറയുന്നത് ആരാരത്ത് പർവ്വതം കേട്ടിട്ടുള്ളോ? നോഹയുടെ പെട്ടകം ഉറച്ചതായ ആരാരത്ത് പർവ്വതത്തിൽ നിന്നാണ് ഇത് പുറപ്പെടുന്നത്. അതിങ്ങനെ ഒഴുകി തുർക്കിയിൽ കൂടെ വന്ന് സിറിയയിൽ വന്ന് ഇറാഖിൽ കൂടെ വന്ന് ഇങ്ങനെ പോരുകയാണ്. അപ്പോൾ അതാണ് മൂന്നാമത്തെ നദി, അതാണ് ടൈഗ്രീസ് നദി. നാലാം നദി ഫ്രാത്ത്. തുർക്കിയോട് ചേർന്നിരിക്കുന്ന അർമേനിയ എന്ന് പുറപ്പെട്ട് ഇതേപോലെ കിഴക്കൻ സിറിയ വഴി ഒഴുകി വീണ്ടും ബാഗ്ദാദിനടുത്ത് വന്ന് ജോയിൻ ചെയ്യും. 45 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ഒറ്റ നദിയായി പേർഷ്യൻ കടലിൽ. പീസോൺ നദിയും പേർഷ്യൻ കടലിലാണ്, പക്ഷേ ഇപ്പോൾ പറ്റിപ്പോയി പ്രകൃതിയുടെ ആ വിധം കൊണ്ട്. അതിന് തുറന്നു വരുമെന്നാണ് അവർ പറയുന്നത്. ഇനിയൊരു സമയത്തിൽ ഏതെങ്കിലും ഒരു എർത്തിക്കൊക്കെ വല്ലതും ഉണ്ടായി ഈ പൈസോൺ നദി വീണ്ടും വന്ന ഈ ഏതനിക അനുഭവങ്ങൾ വീണ്ടും ഉണ്ടാകുമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അല്ലേ തന്നെ ലോകം മുഴുവൻ ഏതനായി മാറാൻ പോവുകയാണ്. ആ ഏതനായി മാറുന്നതിന് മുമ്പുള്ള ഫൈറ്റീസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളെക്കുറിച്ചെല്ലാം വേദപുസ്തകം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇറാഖ് അല്ലേ, ഇറാഖ് ആരുടെ സന്തതിയാ? വായിച്ച് 10:2 വാക്യം വായിച്ച്. യാഫേത്തിന്റെ പുത്രന്മാർ ഗോമേർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബൽ, മേശക്ക്, തീരാസ്. ഗോമേറിന്റെ പുത്രന്മാർ അസ്തനാസ്. നോക്കണം, അവിടെ നമ്മൾ കാണുമ്പോൾ മാഗോഗ് ദേശം എന്ന് പറഞ്ഞാൽ മംഗോളിയ ദേശക്കാരെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു വിഭാഗം സിറിയ വഴി വന്ന് യുക്രൈനിൽ ഈ കാരിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ ആ സ്ഥലങ്ങളെല്ലാം ഈ മംഗോളിയൻ വംശം അല്ലെങ്കിൽ ആ പറയുന്ന ഒരു വംശം ഉണ്ടായിരുന്നു അവിടെ. മാഗോഗുകാരും മംഗോളിയരുമായിട്ടൊരു ബന്ധമുണ്ടെന്നാണ്. അതാണ് റഷ്യയിലും പരന്നു കിടക്കുന്ന ഒരു സമൂഹം മാഗോഗ്. പിന്നെ മേധ്യര് അല്ലേ, അടുത്ത് മഥായി എന്ന് പറഞ്ഞാൽ മേധ്യരാണ്. മേധ്യ പേർഷ്യൻ രാജ്യമില്ലേ, ആ മേധ്യരാണ് അടുത്ത ഈ പറഞ്ഞ മാഥായി എന്ന് പറയുന്നത്. മാഥായി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മേധ്യര്. പിന്നെ യാവാൻ, തൂബൽ, മേശക്ക്, തിരാസ്. ഗോമേറിന്റെ പുത്രന്മാർ അസ്തനാസ്. ഇനി ഇതുണ്ട് 10:19 വായിക്കുമ്പോൾ അവിടെ ഇറാഖിനെ കുറിച്ചൊരു പ്രവചനം കാണുന്നുണ്ട്. വായിച്ചേ. കനാന്യരുടെ അതിർ സീദോൻ തുടങ്ങി ഗരാർ വഴിയായി ഗസ വരെയും. നോക്കണം, അപ്പൊ കനാന്യർ ആ സ്ഥലത്തായിരുന്നു ആദ്യം വസിച്ചിരുന്നത്. അത് പ്രത്യേക ജാതിയും പെലിസ്തീനൊന്നുമല്ല. അവര് കനാന്റെ സന്തതികൾ. നോഹയുടെ ഇളയപുത്രന്റെ മക്കളിൽ ഒരു ഗ്രൂപ്പാണ് കനാന്യൻ എന്ന് പറയുന്നത്. ആ കനാന്യരിൽ അവർ എല്ലാ പ്രദേശത്തും തന്നെയല്ലേ ജീവിക്കുന്നത്. അന്നെല്ലാവരും സ്വന്തക്കാരല്ലേ, കൂട്ടുകുടുംബമായിട്ട് ഇങ്ങനെ മാറി മാറി താമസിക്കും. അതായിട്ട് വായിക്കാം. ഗസ വരെയും സോദോമും ഗോമോരയും അദ്മയും സെബോയിമും വഴിയായി ലാശ വരെയും ആയിരുന്നു. അവരാരൊക്കെയാ? അവരുടെ മക്കളുടെ പേര്. ഇവർ അതത് ദേശത്തിൽ ജാതിയായും കുലംകുലമായും ഭാഷാഭാഷയായും ഹാമിന്റെ പുത്രന്മാർ ആരൊക്കെയാ? ഒന്നുകൂടെ വായിച്ച്. ബാബേൽ. കാനാന്യരുടെ അതിർ സീദോൻ തുടങ്ങി ഗരാർ വഴിയായി ഗസ വരെയും. ഇല്ല, 10-ാം വാക്യം തന്നെ ഉണ്ടല്ലോ അല്ലേ. കാനാൻ തന്റെ ആദിജാതനായ സീദോൻ, ഹേത്ത്, യബൂസ്യർ, അമോര്യർ, ഗിർഗാശ്യർ, കിവ്യർ, അർക്യൻ, സീന്യൻ, അർവാദ്യൻ, സമാര്യൻ, ഹമാത്യൻ എന്നിവരെ ജനിപ്പിച്ചു. പിന്നീട് കനാന്യ വംശങ്ങൾ പരന്നു. അങ്ങനെയാണ് ആ പ്രദേശത്തിൽ ഈ ബഹുജാതികളുടെ ഒരു സമൂഹമായിട്ട്
അതിലെ ഒരു ഭാഗത്ത് വായിക്കുന്നുണ്ട് ഇറോക്ക്, അല്ലേ? ഇറാഖ് എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖിൻ്റെ വംശക്കാരാണ്. 10:10 വായിച്ചേ. ബാബേൽ അവന്റെ രാജ്യത്തിന്റെ ആരംഭം ശീനാർ ദേശത്ത് ബാബേൽ ഏരക്ക് ഏറക്ക്. ബാബേൽ എന്ന് പറയുന്നത് അന്ന് ഒരു സ്റ്റേറ്റ് ആണ്. ഏറക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖ്. ഇപ്പോൾ ബാബിലോൺ ദേശത്തിൽ പല പ്രവിശ്യകൾ, മുസോള്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽപ്പെട്ടതാണ് ഇറാഖ്. അതാണ് ഇവിടെ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏറക്ക്. വായിച്ചേ. ബാബേൽ, ബാബേൽ ഏരക്ക് അക്കാദ് കൽനെ അക്കാഡ്. എന്നിവരായിരുന്നു. ഇതെല്ലാം ചരിത്ര സത്യമല്ലേ? ബാബേൽ സാമ്രാജ്യമായിരുന്നു ആദ്യമായിട്ട് ഈ മെസൊപ്പൊത്തോമിയൻ രാജ്യത്തിലുണ്ടായത്. സുമേരിയൻസ് എന്ന് പറയുന്നതിന് അത് ആദ്യമേ ബാബേലിൻ്റെ, അതായത് മൂത്തപുത്രനായ ബാബേൽ അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടായ ഒരു വംശമുണ്ടായിരുന്നു. രണ്ടാമത് ഈ ഏറോക്ക്. ആ ഏറോക്ക് എന്ന് പറയുന്നത് ആണ് ഇന്നത്തെ ഇറാഖൻ വംശം. അവർ താമസിച്ച സ്ഥലത്തിന് അവരൊക്കെ പേരിട്ടു. ഇപ്പോൾ ചുള്ളിയോട്, അല്ലെങ്കിൽ പിന്നെ ഓരോ സ്ഥലമുണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് ചെന്നാൽ അവരൊരു പുറപ്പെട്ടു വന്ന സ്ഥലത്തിൻ്റെ പേരിൽ പലരും അറിയപ്പെടുന്നു. അപ്പോൾ ഏറക്ക് എന്ന് പറഞ്ഞാൽ ഇറാഖ്. ഇവിടെ വായിക്കും ബാബേൽ. അവരൊരു കുടുംബം ഇങ്ങനെ മാറി മാറി താമസിച്ചുകൊണ്ടിരുന്നു. അതിലാണ് ഒന്ന് ഏതാ? അക്കാഡ്. ഒന്നുകൂടെ വായിച്ച്. അക്കാദ്. ഈ ബാബേൽ നിമ്രോദിന്റെ കാലത്തിന് ശേഷം അവനാണ് ഈ സാമ്രാജ്യം സ്ഥാപിച്ചത്, അല്ലേ? നിമ്രോദ് വായിക്കാം. അവൻ യഹോവയുടെ മുമ്പാകെ നായോട്ട് 10:8 മുതൽ 10 വരെ വായിച്ച്. കൂസ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അവനാണ് രാജാവായി വന്ന് സാമ്രാജ്യം സ്ഥാപിക്കാൻ തുടങ്ങിയത്. നിമ്രോദ് അവനൊരു ദൈവ അവതാരമാണ്, സൂര്യഭഗവാന്റെ ഒരു അവതാരമായിട്ടൊക്കെ ആൾക്കാർ ചിന്തിച്ചു. കാരണം സൂര്യനെ ദൈവമായിട്ട് ആരാധിക്കുന്നവരുണ്ടായിരുന്നു. കാരണം അവർക്കറിയില്ലല്ലോ സത്യദൈവം ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് കാണുന്നതിനെല്ലാം ആരാധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ രാവിലെ ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് മുമ്പോട്ട് വരുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുക എന്നാണ് അവർ ധരിച്ചുകൊണ്ടിരുന്നത്. പാർസികളും അങ്ങനെയാണ്. ഈ രത്നം ടാറ്റയുടെയൊക്കെ കൂട്ടരായ പാർസികളും വെളിച്ചദൂതൻ നമ്മൾ പറയുന്ന വെളിച്ചദൂതനല്ല, ഈ വരുന്ന വെളിച്ചമാണ് ഞങ്ങളുടെ ദൈവം, ഇരുട്ട് പിശാച്. അതാണ് അവരുടെയും കോൺസെപ്റ്റ്. അപ്പോൾ ഓരോ കാലങ്ങളിൽ മനുഷ്യന് തോന്നിയ വിധത്തിൽ ഇങ്ങനെ അവരിങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അബ്രഹാമിൻ്റെ കൂട്ടരും അങ്ങനെയൊക്കെ ആരാധിച്ചവരായിരുന്നു. പിന്നീടാണ് സത്യദൈവത്തെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വായിക്കാം. നിമ്രോദിനെ കുറിച്ച് വായിച്ച്. കൂസ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായോട്ട് വീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായോട്ട് വീരൻ എന്ന് പഴഞ്ചൊല്ലായി. കാരണം അവനൊരു എക്സ്ട്രാ ഓർഡിനറി ആയതുകൊണ്ട്, എക്സ്ട്രാ പാർട്ടി ആയതുകൊണ്ട് അവനെ എല്ലാവരെയും സംഘടിപ്പിച്ചൊരു രാജ്യം ഉണ്ടാക്കി. അതാണ് ബാബിലോൺ. ബാബേൽ എന്ന് പറഞ്ഞുള്ള പേര് വരാൻ കാരണം ഒന്ന് അവൻ്റെ ഒരു പുത്രൻ്റെ പേര് തന്നെയാണ് ബാബേൽ. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ വേദപുസ്തകത്തിലെ യൂബാൽ എന്നും 21-22 വായിച്ച് 4 അതിനു മുമ്പ് ഈ ബാബേൽ ജനിക്കുന്നതിന് മുമ്പ് ഈ ബേൽ എന്നുള്ളതായ പേര് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4:22, 21-22 വായിച്ച്. അവന്റെ സഹോദരന് യൂബാൽ എന്ന് പേർ. യൂബാൽ എന്ന് പറഞ്ഞാൽ നീ ശ്രേഷ്ഠൻ, നീ ബോസ്, അല്ല യൂബാൽ. പിന്നെ ഇവൻ കിന്നരവും വേണും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. അവന്റെ മേളി വായിച്ച്. ആദാ യാബാലിനെ പ്രസവിച്ചു. യാബാൽ. അപ്പൊ ഇവിടെയാണ് തുടക്കം. യാബാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം നോക്കിയപ്പോഴേ, ഞാൻ ബോസ്, ഞാൻ ദൈവം, ഞാനാണ് ദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. പക്ഷേ യൂബാൽ ഇംഗ്ലീഷിൽ യു എന്ന് പറഞ്ഞ പോലെയാണ് നീ ദൈവം. നോക്കണം, ഇങ്ങനെ മനുഷ്യൻ തന്നെ ദൈവങ്ങളെപ്പോലെ ആകുന്ന ഒരു ഘട്ടം അവിടെ തുടങ്ങി. കായിൻ്റെ സന്തതികളാണ് ഇവർ. ഇപ്പം നമ്മൾ ഇംഗ്ലീഷിലെ വണ്ണെന്ന് പറയത്തില്ലേ, വണ്ണ് അല്ലേ? ഇംഗ്ലീഷ് വണ്ണെന്നല്ലേ പറയുന്നത്? ഒന്നിന് മലയാളം ഒന്നല്ലേ? ONE ഒന്ന് വായിച്ചേ. 1 ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചില ഭാഷകളിൽ തന്നെ വലിയ ഐക്യമുണ്ട്. മനസ്സിലായോ? ONE 1. അത് മലയാളത്തിൽ നിന്ന് വായിച്ചേ. ONE 1. അത്രയേ ഉള്ളൂ. അപ്പം എന്ന് പറഞ്ഞ പോലെ യൂബാൽ, നീയും ദൈവം, ഞാനും ദൈവം. ബോസ്. അപ്പോൾ ബോസ് എന്നുള്ളതാണ് ഈ പറഞ്ഞ രക്ഷകൻ അല്ലെങ്കിൽ ഉടയോൻ. നമ്മൾ ഓസിയാപ്രവൻ 2-ാം അധ്യായത്തിൽ ഒരു വാക്യം പറയുന്നുണ്ടല്ലോ, ഇനി ബാലി എന്നല്ല, ഇതുവരെയും ബാലി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, ഇനി ദൈവത്തെ ബാലി എന്നല്ല, ഈസി. വായിച്ച വാക്യം 2-ന്റെ അന്നാളിൽ നീ എന്നെ ഓസിയ 2-ന്റെ 2:16 വായിച്ചേ. അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ എന്നല്ല, നമ്മൾ ഈ കാലത്തിൽ ഇതൊക്കെ കുറച്ചുകൂടി ചരിത്രപരമായിട്ട് പറയുന്നതിൻ്റെ കാരണം നമുക്കറിയാം, നമ്മുടെ സന്തതികൾ, കുട്ടികളെല്ലാം വലിയവരും ഒക്കെ യൂട്യൂബിൽ കൂടി ഇഷ്ടംപോലെ സെർച്ച് ചെയ്യുന്നൊരു കാലമാണ്.
അവർക്ക് അറിയണം. അറിവിന് വേണ്ടി വളരെ സമയം ചെലവഴിക്കുന്നതാണ്. അങ്ങനെ തെറ്റായ അറിവുകൾ മാത്രം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് അവർ മറന്നുപോകും. ഇത് ചരിത്രവും സത്യമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആരും മാറത്തില്ല. ഇത് കേട്ടിട്ട് എത്രയോ പേര് തിരിച്ചു വരുന്നു മറ്റു ഗ്രൂപ്പിൽ പെടുന്നത്. അതുകൊണ്ടാണ് ഞാനും ഈ കാലത്തിൽ ഇച്ചിരി പ്രയാസമുണ്ടാലും ഇതൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാരണം അതാണ്. കാരണം ഇത് വായിച്ചും പലർക്കും അത് പ്രയോജനപ്പെടുന്നു. ചരിത്ര സത്യവും ബൈബിളും ഒന്നാണെന്നുള്ളത് തെളിയിക്കக்கூடிய സത്യങ്ങളാണിത്. നമ്മൾ പറഞ്ഞില്ലെങ്ങനെ അറിയുന്നേ? പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? അതിന് ഓരോ കാലത്തും ഉണ്ടാകുന്ന മാധ്യമങ്ങളോട് നമ്മൾ അതിനോട് ചേർന്ന് അത് അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്ന് നമ്മുടെ പിള്ളേർ കണ്ടില്ലേ, ഫോണിൽ കൂടെ എല്ലാം മൊത്തം പിള്ളേർ പോട്ടേടാ 72 വയസ്സായ അച്ചാനും അമ്മാമ്മയും ഫോണിൽ കൂടെ തപ്പുന്നു മുഴുവൻ. ഏതാ? കാരണം എല്ലാം ഉണ്ട് അതിനകത്ത്, എല്ലാ സത്യങ്ങളും അതിനകത്തുണ്ട്. അത് തെറ്റല്ല. ആവശ്യമുള്ളതെല്ലാം അതിനകത്തുണ്ട്, നല്ലതും മോശവും എല്ലാം ഉണ്ട്. ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് ചരിത്ര സത്യങ്ങൾ നമ്മൾ തെളിയിച്ചു കൊടുത്താൽ ഇത് മനുഷ്യർക്ക് ബോധിക്കും. അല്ല വചനം മാത്രം പറഞ്ഞാൽ അതിനുള്ള ആത്മീയതയൊന്നും ഇന്നത്തെ കാലത്ത് പലർക്കും ഇല്ല. ബുദ്ധിയും ജ്ഞാനത്തിൽ അന്വേഷിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി സമയം പോയാലും ഇതിങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. താട്ട് വായിക്കാം. അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ എന്നല്ല. 2:14 2:16. ഹോശേയ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ എന്നല്ല. നോക്കണം, ബാലി എന്നൊക്കെ പറഞ്ഞ് ഉടയവൻ, അവർ ദൈവം എന്ന് വിളിക്കുന്നതാണ്. ബാൽ ഞങ്ങളുടെ ദൈവം, ഉടയവൻ, ഞങ്ങളെ സംരക്ഷിച്ച് നടത്തുന്നവൻ ബാൽ. പിന്നെ ഈശി ഭർത്താവ് എന്ന് വിളിക്കും. ഈശി എന്ന് പറഞ്ഞാൽ ഭർത്താവ്. ഇനി നീ ദൈവം പറയാണ്, ഇനിമേൽ നീ ഉടയവൻ, ബാലി എന്നല്ല ഈശി, ഈശോ എന്ന് പറഞ്ഞാൽ ദൈവം എന്നുള്ളതിൻ്റെ പേരാണ്. അത് ലത്തീൻ പാടാണ് ഈശോ. അപ്പോൾ ഈശി എന്ന് വിളിക്കും. അപ്പോൾ ബാലി എന്ന് പറഞ്ഞാൽ ഉടയവൻ, യജമാനൻ, അതാണ് ബാൽ ദൈവം എന്ന് പറഞ്ഞാൽ. ഇനി ആരാണ് ഈ ബാൽ ദൈവം? അവരുടെ സൂര്യനെയാണ് അവർ ഈ ബാൽ ദൈവമായിട്ട് വിശ്വസിക്കുന്നത്. കാരണം സൂര്യനാണ് ഭൂമിക്ക് സമൃദ്ധി തരുന്നവർ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഈ ജനങ്ങൾ ഈ ബാൽദേവനെ ആരാധിക്കാൻ തുടങ്ങി. മഴയില്ലാതെ വരുന്ന സമയത്തിൽ ഇവർ ഈ ബാൽദേവന് ബലിയൊക്കെ അർപ്പിക്കും. അപ്പോൾ ആ ബലി അർപ്പിക്കുമ്പോൾ ഭൂമി ദേവി, ഇതൊരു ദേവിയാണ്, സ്ത്രീ ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ആരോ ബുദ്ധിയുള്ളവർ എഴുതി കൊടുത്തായി മഠന്മാർക്ക് ഇങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു. അതാണ്. അപ്പോൾ ഭൂമി ദേവിയും ഈ സൂര്യദേവനും കൂടെ വേഴ്ച നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമാണ് മഴയെന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഈ ബാൽദേവനെ പ്രസാദിപ്പിക്കാൻ ഇങ്ങനെയുള്ള ചില ദോഷകർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു പഠനം ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ആലയത്തിൽ വ്യഭിചാരം, അതാ ഈ ദൈവങ്ങൾക്ക് ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അതാ ഈ ദൈവങ്ങൾക്ക് അത് ഇഷ്ടമായതുകൊണ്ട് വാസു സൂര്യനാര ദൈവമല്ല, ഇത് സങ്കല്പമാണ്. അങ്ങനെ പല ദൈവങ്ങളെ സങ്കല്പത്തിൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. സൂര്യദേവൻ ഭൂമിദേവിയായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്തിൽ ആണ് മഴ പെയ്യുന്ന ഈ അന്ധവിശ്വാസം മനുഷ്യർ കൊടുത്തു. അങ്ങനെയാണ് ബാൽ ദൈവം. അതുകൊണ്ടാണ് ഏലിയാവ് അതിനെതിരായിട്ട് പറഞ്ഞത്, നിങ്ങളുടെ ബാലാ ദൈവമെങ്കിൽ ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ സംവത്സരത്തിൽ മഴ പെയ്യുകയില്ല. അങ്ങനെ ഇസബേലിനെ വെല്ലുവിളി. ഇസബേൽ സീതോൻകാരിയാണ്. സീതോനിൽ നിന്നാണ് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ കൂടുതലായി പൊട്ടിപ്പുറപ്പെട്ടത്. അതിവിടെ തുടങ്ങിയതാണ്. ഇനി നിങ്ങൾ വിചാരിക്കുന്നത് ഇസ്രായേലിനില്ലേ? ഇസ്രായേലിലെ ഒരു കൂട്ടം ജനങ്ങളും ആ കാലങ്ങളിൽ ഇതിൻ്റെ എല്ലാം പുറകെ പോയിരുന്നു. സത്യദൈവത്തെ വിട്ടിട്ട് ഇതുപോലുള്ള ദൈവങ്ങളെ അവർ ആരാധിച്ചുകൊണ്ടിരുന്നു. വായിച്ച്. അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ എന്നല്ല ഈശി ഭർത്താവ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ്. എന്നാൽ ഇലയാദിലെ തിസ്ബിയിൽ നിന്ന് ഏലിയാവ് എന്ത് ചെയ്തു നോക്കണം. ആഹാബും സീതോൻകാരിയായ ഇസബേലും കൂടെ ഈ ബാൽ ദൈവങ്ങളെ ഉയർത്തി സകല മ്ലേച്ഛം. അവള് ഈ പറഞ്ഞ പോലെ പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അങ്ങേയറ്റമാണ്. പൈസയ്ക്ക് വേണ്ടിയല്ല. ആ പിശാച് ഈ ബാലിനെ ആരാധിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ആത്മാവ് കയറും. നമ്മളിപ്പോൾ യേശു ക്രിസ്തുവിനെ ശരിയായി ആരാധിക്കുന്നവർ കേട്ടോ, യേശുവിൻ്റെ സ്വഭാവം വരും. അപ്പോൾ ആരാധനയെങ്കിൽ ഒരു സ്വഭാവം മനുഷ്യർക്ക് വരുന്നതുകൊണ്ടാണ് ദൈവം കൽപ്പിച്ചത്, എന്നെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്. നിങ്ങൾ മോഹൻലാലിനെ ആരാധിക്കാൻ പോയാൽ മോഹൻലാലിൻ്റെ ആ ചെരിഞ്ഞ് നടപ്പ് അനുകരിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ പൃഥ്വിരാജ് മീശ താഴോട്ടാക്കുമ്പോൾ പൃഥ്വിരാജിൻ്റെ ഫാനെല്ലാം മീശ താഴോട്ടാക്കും. കാരണം അനുകരണം, ആരാധനയിൽ അനുകരണം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് സത്യദൈവത്തെ മാത്രം അല്ലെങ്കിൽ ദൈവം സ്വാർത്ഥമുള്ളതല്ല. മറ്റതൊക്കെ മിഥ്യാബിംബങ്ങളാണ്. മനുഷ്യൻ്റെ ബുദ്ധിയിലുണ്ടായതും അന്ധതയിലുണ്ടായ ദൈവങ്ങളാണ് സൃഷ്ടികളിലുണ്ടായത്. അത് ഇസ്രായേലും പിൻപറ്റിയ കാലങ്ങളുണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞ ഏകദൈവ വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ ദൈവം അവരെ ശിക്ഷിച്ചതിൻ്റെ കാരണം എന്താ?
അവർ അന്യ ദൈവങ്ങളുടെ പുറകെ പോയി. ഇപ്പം നോക്കി, ഏലിയാവ് എന്ന് പറയുന്നു, ഈ ബാൽ ദൈവം എന്ന് പറഞ്ഞാൽ മഴ പെയ്ക്കുന്ന ദൈവമാണ്. മഴയാണല്ലോ വെള്ളം. നദിയും വെള്ളമൊക്കെ ദേവതകളായിട്ട് ആരാധിച്ചതിൻ്റെ കാരണം ഇവർക്ക് സമൃദ്ധി നൽകുന്നു. ഈ സമൃദ്ധി നൽകുന്നതുകൊണ്ടാണ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് എല്ലായിടത്തും. ഈ കൊയ്ത്തെല്ലാം കഴിയുമ്പോൾ ഓണം, ചിങ്ങമാസത്തിൽ ഓണം കൊയ്ത്തെല്ലാം കഴിഞ്ഞ്, അതുപോലെ പൊങ്കൽ എല്ലായിടത്തും നോക്കണം. മോവാബ്യർ മൊളോക്ക ദേവനെ, ഈ ബാലിൻ്റെ മറ്റൊരു പ്രതികരണം മൊളോക്ക്, മറ്റൊന്ന് കാമോഷ്, മോവാബ് കാമോഷ്, അമ്മോന്യർ മൊളാക്ക് ദേവൻ. ഓരോ പേരിലങ്ങ് അറിയപ്പെടുന്നതേ ഉള്ളൂ. നമ്മളിവിടെ എത്ര പേര് ദൈവങ്ങളുടെ പേര് പലതല്ലേ. അപ്പോൾ ആ ദൈവങ്ങളെല്ലാം ആരാധിച്ചു കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി ഈ മ്ലേച്ഛത കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അന്യായം കാണിച്ചാൽ അവർ സന്തോഷിക്കുന്നു എന്നാണ്. ഇപ്പോൾ പറശ്ശിനിക്കടവിലെ മുത്തപ്പൻ, ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് കണ്ണൂരിക്കുമ്പോൾ അവർ പറഞ്ഞ ഞങ്ങളുടെ മുത്തപ്പന് നല്ല കള്ളും കോഴിയും കൊടുക്കണമെന്ന് ഈ ഫെസ്റ്റിവൽ വരുമ്പോൾ. ആ പുള്ളിയൊന്നും കുടിക്കുന്നില്ലല്ലോ. ഇപ്പോൾ എടത്വാപ്പള്ളിയിലെ വലിയച്ഛന് കോഴി വെട്ടി അവിടെ കഴിക്കുന്ന ആരാ? അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഓരോരുത്തർ പേര് പറഞ്ഞാണ്. അല്ല, പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ വിഗ്രഹം കള്ളു കുടിക്കുമോ? എടത്വാപ്പള്ളിയിലെ വല്യച്ഛനോ അല്ലെങ്കിൽ അരുവിത്തറയിലെ വല്യച്ഛനോ എല്ലാം കള്ളു കുടിക്കുമോ? അല്ലെങ്കിൽ കോഴി തിന്നുമോ? ഇതൊക്കെ ഈ പറഞ്ഞ പോലെ മുന്നിൽ നിൽക്കുന്നവൻ്റെ ബുദ്ധിയും ജ്ഞാനവും എല്ലാം ഉപയോഗിച്ച് പാവങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവൻ കോഴിയും കൊണ്ട് വെള്ളത്തിൽ കൊണ്ട് കൊടുക്കും, അവർ അന്തസ്സായിട്ട് കഴിക്കും. അതാ കള്ളു അടിച്ച് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ പുതുപ്പള്ളി കൂടെ നടന്ന കാര്യത്തിന് എനിക്കറിയാം. എനിവേ പോട്ടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചുറ്റിൽ ചരിത്രം. അപ്പോൾ ഏലിയാവ് എന്ത് ചെയ്തു? നിങ്ങളുടെ ബാലല്ല ദൈവം, സ്വർഗത്തിലെ ദൈവമാണ് യഥാർത്ഥ ദൈവം, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു. വായിച്ചേ. ഏലിയ ആഹാബിനോട്, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17:1 വായിക്കാം. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. ഇസ്രായേൽ എന്നാ ഉണ്ടായത്? ഇസ്രായേലിന് മുമ്പേ ദൈവമില്ലേ? ഇസ്രായേൽ എന്തിനാ ഇത്രയും അഹങ്കാരം പറയുന്നത്? ഇവിടെ ഇസ്രായേൽ നീ ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യക്കാരായ ഞങ്ങളും ദൈവത്തെ ആരാധിച്ചിരുന്നു. പക്ഷെ പേര് മാറിപ്പോയി. പല മുന്നിൽ നിന്നവന്മാരും തെറ്റിച്ച് കളഞ്ഞെന്നല്ല, ദൈവം ഒന്നല്ലേ ഉള്ളൂ, രണ്ട് ദൈവം ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഇതൊന്നും ദൈവം അല്ല എന്നും ഇതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ഇതിനെ ആരാധിക്കരുത് ദൈവം നേരത്തെ കൽപ്പന കൊടുത്തിട്ടുണ്ട്, മോശ മൂലമായിട്ട്. അതിന് മുമ്പ് ഈ കൽപ്പനയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ തെറ്റിപ്പോയി. അതുകൊണ്ട് മനുഷ്യൻ കുറ്റം പറയാൻ ഒക്കുമോ? അവരറിയില്ല. അതുകൊണ്ടാണ് അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കുന്നില്ല എന്ന് പൗലോസ് പറഞ്ഞിട്ട് കാരണം. താട്ട് വായിച്ചേ. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും. അപ്പൊ എന്ത് ചെയ്തു? ബാല് ദൈവമെങ്കിൽ പെയ്ക്കട്ടെ എന്ന് ഏലിയാവ് സവാൽ വെല്ലുവിളിച്ചു ഇസബേലിനോടാണ്. അവിടെ മേധാവിത്വം കാട്ടി നടക്കുക. ഇസബേലിൻ്റെ ആത്മാവർക്കും കയറല്ല കേട്ടോ സഹോദരന്മാർക്കും കയറരുത്. അത് വേശ്യാ സ്പിരിറ്റാണ്, പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. ആ പകയുടെയും പ്രതികാരത്തിൻ്റെയും കൊലപാതകത്തിൻ്റെ ആത്മാവാണ് ഇസബേലിൻ്റെ. അത് സഭയിൽ വരുമെന്ന് വേദപുസ്തകമില്ലേ? വെളിപ്പാട് പുസ്തകത്തിൽ ഇസബേൽ എന്ന് പറഞ്ഞുള്ള ആത്മാവിനെ നിങ്ങൾ അനുവദിക്കുന്നു. അത് തിരിച്ചറിയണം. വേലക്കാർക്കുള്ള വരും, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. വിശ്വാസികളും കയറും ഇസബേലിൻ്റെ ആത്മാവ്. തന്ത്രപരമായിട്ട് മനുഷ്യനെ വശീകരിച്ചിട്ട് വേണ്ടാത്ത പ്രോസ്റ്റിറ്റ്യൂട്ട് സ്പിരിറ്റ് ഇളക്കി മനുഷ്യനെ തെറ്റിച്ച് കളയുന്ന ആത്മാവ്. അത് സൂക്ഷിച്ച് രക്ഷപ്പെട്ടോണം. അല്ല അപ്പച്ചനെ അമ്മച്ചിയാ കൊച്ചമ്മയെന്ന് പറഞ്ഞ് നടക്കരുത്. വിശ്വാസികളും ചങ്ങാത്ത കൂടുമ്പോഴോറും ചിന്തിച്ചോണം, പോയി വീഴുന്ന വേറെ ആത്മാവാണ്. വായിച്ചേ. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. ഉണ്ടാകയില്ല. അവസാനം വെല്ലുവിളിയായി. ഏലിയാവ് ശരി വാ, നിങ്ങളുടെ പ്രവാചകന്മാരെല്ലാം കൂടെ കൂട്ടെ, 400 ബാലിൻ്റെ പ്രവാചകന്മാർ. അപ്പോൾ ബാലെന്ന് പറയുന്ന ഒരാൾ ഇല്ലല്ലോ. ഇത് മനുഷ്യൻ സങ്കല്പിച്ചുണ്ടാക്കി ഓരോന്നിൻ്റെ പേര് പറഞ്ഞ് വിഗ്രഹത്തെ ഉണ്ടാക്കി വെക്കുകയല്ലേ. അത് ദൈവമാണ്. ക്രിസ്ത്യാനികൾ ചെയ്തില്ലേ? വിഗ്രഹത്തെ ഉണ്ടാക്കരുന്ന ദൈവത്തിൻ്റെ കൽപ്പന ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ 20-ാം അധ്യായത്തിൽ കൃത്യമായി പറഞ്ഞ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്. എന്നിട്ട് ഈ ക്രിസ്ത്യാനികൾ ചെയ്യുന്നില്ലേ? അപ്പം പിന്നെ മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം മനുഷ്യൻ യഥാർത്ഥമായ വെളിപ്പാട് സത്യം മനസ്സിലാകുമ്പോൾ ആയിരിക്കും ഇങ്ങനെ മരത്തിൻ്റെയും ഇതിൻ്റെ എല്ലാം പോയി ആരാധിക്കും. അപ്പോൾ അത് വെളിപ്പെടുത്തി കൊടുക്കാൻ ഏലിയാവ് എന്ത് ചെയ്തു? വെല്ലുവിളിച്ചു. ശരി ബാ കാണിക്കാം, നിങ്ങൾ മഴ പെയ്ക്കുക. ഞാൻ പറഞ്ഞു, ദൈവദാസൻ പറഞ്ഞല്ലാതെ മഴ പെയ്യത്തില്ലെന്ന് വെല്ലുവിളിച്ച് നിങ്ങൾ കാണിക്കേ. നിങ്ങളുടെ ബാലിൻ്റെ ദൈവങ്ങളെ വിളിക്കേ, അല്ല പ്രവാചകന്മാരെ വിളിക്കേ. ബാലെന്ന് പറയുന്നൊരു ദൈവം ഇല്ലല്ലോ, ഇത് മനുഷ്യൻ്റെ സങ്കല്പമല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? അവർ വെല്ലുവിളിച്ച് അവസാനം നമുക്കറിയാം, ചരിത്ര സംഭവം അറിയാം. കാളയെ കൊണ്ടുവന്ന് തുണ്ടം തുണ്ടമായി കണ്ടിച്ചു. യവന്മാർ തുള്ളാൻ തുടങ്ങി. തുള്ളി 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 രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും പോറി രക്തം ഒഴിച്ച് ആകെ പ്രശ്നമായി. നോക്കണം, ഇതാണ് അന്യ ദൈവങ്ങളെ ആരാധിച്ചുള്ള കുഴപ്പം. അവസാനത്തിൽ ഈ സ്വഭാവം. ഏലിയാവ് അതിൻ്റെ വ്യവസ്ഥ പ്രകാരം യാഗപീഠം പണിതു. തൻ്റെ സ്വന്തം ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തിയൊരു ദൈവത്തോട് പ്രാർത്ഥിച്ച് മഴ പെയ്തു.
അപ്പോഴാണ് ആഹാബിന് മനസ്സിലാക്കിയത്. ആഹാബ് ഒരു കുറച്ച് നിഷ്പക്ഷനാണ്, പക്ഷേ ഈ ഇസബേലിൻ്റെ ആത്മാവിന് മേളിൽ അവന് പോകാൻ ഒക്കത്തില്ല. അപ്പോൾ ഏലിയാ പറഞ്ഞു, ശരി, എൻ്റെ വാക്ക് ഇതല്ല, വീണ്ടും മഴ വരുന്നു. ആഹാബേ, നീ രഥം പൂട്ടിക്കോ. വായിച്ചേ, താഴോട്ട് നീ വായിക്കുമ്പോൾ നീ ചെന്ന് കടലിന് നേരെ. ഇല്ലല്ലോ, താഴെ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അവൻ അതിന് മേളിൽ ആഹാബ് രഥം പൂട്ടി ഓടി. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റുകൊണ്ട് കറുത്തു. ഏലിയാവ് കൽപ്പിച്ചപ്പോൾ മഴ പെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായത് ബാല് ദൈവമല്ല. നോക്കണം, ജനങ്ങൾ തിരിഞ്ഞു. അപ്പോൾ പാവപ്പെട്ട ജനങ്ങളെ എവിടെയും വഞ്ചിക്കാൻ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാനും സാഹചര്യങ്ങൾ കൊണ്ട്, കാലഘട്ടങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ ആകുന്നതാണ് വിഷയം. യഥാർത്ഥ സത്യദൈവത്തെ അറിയുവാൻ വേദപുസ്തകം ശരിയായി പഠിച്ചത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ മികച്ചവരെന്ന് പറയാൻ ഞാൻ പുറകെ പറഞ്ഞു തരാം ഇസ്രായേലിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു, ഇതാ മഴ വേഗം സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. ഇതാ ഇവിടെ കിടന്ന് നനഞ്ഞ് നാശമാകാതിരിക്കാൻ വേണ്ടി സ്ഥലം വിട്ടോളാൻ പറഞ്ഞു ഏലിയാവ് പറഞ്ഞു. അപ്പോൾ ആഹാബ് വായിക്കുകയാണ്. അതിന് അവൻ, നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. എത്രാം വാക്യം? 44 വാക്യം, 18:44 വായിക്കാം. ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു, വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രയേലിലേക്ക് പോയി. അടുത്തത്, എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ. ഇതാണ് ആത്മാവിന്റെ ലൈൻ എന്ന് പറയുന്നത്. ആത്മാവില്ലെന്നാണ് ചില ബുദ്ധിജീവികൾ പറയുന്നത്. ആത്മാവില്ല, ശരീരം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എന്ത് തോന്നിയാസം ചെയ്ത് ജീവിക്കാം, നമുക്ക് ബോധിച്ച പോലെ ജീവിക്കാമെന്ന്. അങ്ങനെ ജീവിക്കണമെങ്കിൽ പറഞ്ഞെങ്കിലല്ലേ ഒക്കത്തുള്ളൂ. മറ്റുള്ളവനെ വെട്ടി ഇല്ലാതാക്കാൻ ദൈവം ഇല്ലാന്ന് പഠിപ്പിച്ചൊരു പാർട്ടിയില്ലേ, ഇപ്പോൾ അവരെല്ലാം മാറ്റിയില്ലേ? നോക്കണം, ഇപ്പോൾ MNCയുടെ ടോപ്പ് ആളുകളാണ്, മൾട്ടിനാഷണൽ കോർപ്പറേറ്റിൻ്റെ ടോപ്പ് ആളുകളായിട്ട് അവർ മാറി. ഇപ്പോൾ അവർക്ക് ദൈവവിശ്വാസം വേണം, എല്ലാം വേണം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഏലിയാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ ആഹാബിൻ്റെ രഥങ്ങൾക്ക് മുൻപേ ഓടാൻ കഴിയും. ഇതൊരു വലിയ അനുഭവമാണ്. വായിച്ചേ. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രയേലിൽ എത്തും. ആഹാബ് രഥം പൂട്ടി ഓടി. അവിടെ 3 ശക്തികളാണ്: ലോകം, ജഡം, സാത്താൻ. ആരൊക്കെയാ? ആഹാബ്, രഥം, കുതിര. അതാണ് ലോകം, ജഡം, സാത്താൻ. ആഹാബ്, കുതിര, പിന്നെ രഥം. 3 ശക്തികളെ ജയിക്കണം. അതായത് ലോകം, ജഡം, സാത്താന്. ഒരു പാട്ടില്ലേ, ലോകം ജഡം സാത്താനുമായി പോർ ചെയ്തിടുന്നേ, ഇതൊന്നുമെന്റെ. ലോകം ജഡം സാത്താനുമായി പോർ ചെയ്തിടുന്നേ, അതെന്നു തീരും താമസിക്കല്ലേ, പ്രാണനാഥ ആശ്രയിപ്പാനാരും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ 3 ശക്തികളാണ് കേട്ടോ. തമ്മി പോരാടാൻ പോകരുത്. ഇതകത്ത് കയറിയിരിക്കുന്നവൻ മനുഷ്യരോട് പോരാടും, അല്ലാത്തവൻ ഇതിനോട് പോരാടും. ഇതകത്ത് എന്നെ കയറി കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിങ്ങളോടാണ് പോരാടുന്നത്. അത് പലരും അറിയുന്നില്ല. ഇതകത്തിരിക്കുന്ന സാമാനം ഏതാണെന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ ലോകം, ജഡം, ആഹാബ്, രഥം, കുതിര. പക്ഷെ ഏലിയാവിന് രഥവും വേണ്ട, കുതിരയും വേണ്ട. പക്ഷെ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ വായിക്കാം, അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രയേലിൽ എത്തും വരെ ആഹാബിന് മനസ്സിൻ്റെ അരമുറുക്കും. അതാണ് ബലം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവർ മനസ്സിൽ സിയോനിലേക്കുള്ള ബലം. നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവർ മനസ്സിൽ സിയോനിലേക്കുള്ള. അപ്പോൾ ആ ബലമാണ് നമുക്ക് ആവശ്യം. അതാണ് ഉയരത്തിലെ ശക്തി, അതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ജയിക്കാം. അല്ലെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ സാധാരണ ആളുകളേ ഉള്ളൂ. കറണ്ട് ഓടുമ്പോൾ ഫാൻ കറങ്ങുന്ന പോലെ ഈ ശക്തി പോയാൽ ഏത് ബന്ധുക്കോസുകാരനും ബുദ്ധി കൊണ്ട് കുറെ പിടിച്ചേക്കാം, പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ വിടുപോകും. ഏലിയാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. വായിക്കാം, അവൻ അരമുറുക്കിക്കൊണ്ട്. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രയേലിൽ എത്തും വരെയും ആഹാബിന് മുൻപേ ഓടി. അപ്പൊ ആഹാബ് എന്ന് പറഞ്ഞാൽ പിശാചും ജഡത്തിനുമൊക്കെ നേടലാണ്. നമ്മൾ ലോക, ജഡം, സാത്താനെ നമുക്ക് ജയിക്കണമെങ്കിൽ രഥത്തിന്റെ ശക്തിയല്ല, കുതിരയുടെ ശക്തിയല്ല, മാൻ പവർ അല്ല, മസിൽ പവർ അല്ല, മണി പവർ അല്ല, മറ്റൊരു പവറുമല്ല. പവർ ഓഫ് ഗോഡ്. ആ ദൈവശക്തിയാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ ദൈവശക്തി നഷ്ടപ്പെടുത്തരുത്. ബാക്കിയെല്ലാം പരാജയപ്പെട്ടു. ഏലിയാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? ഇസ്രായേൽ എത്തും വരെയും ആഹാബിന് മുൻപേ ഓടി. പത്രോസിൽ കൂടെ പിശാച് വന്നില്ലേ യേശുവിനെ നിയന്ത്രിക്കാൻ? യേശു ഇപ്പോൾ പുറകെ പോടാന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ളവരിൽ നമ്മളിൽ ചിലപ്പോൾ പിശാച് കയറും. അപ്പോൾ ആത്മാവുള്ളവർ മനസ്സിലാക്കി പുറകെ നിൽക്കാൻ പറഞ്ഞു. നീ മുന്നിൽ കയറരുത്,
യവൻ്റെ ആഗ്രഹം എപ്പോഴും മുന്നിൽ കയറണം, മറ്റുള്ളവരെ തട്ടിമറിച്ചുകൊണ്ട് മുന്നിൽ കയറിയിട്ട് ഭരിക്കണം, അഭ്യാസം കാണിക്കണം. അത് ആണിനും പെണ്ണിലും കയറും കേട്ടോ, പാർഷക്കും കയറും മദറിനും കയറും. അത് പിടിച്ചോണം. അപ്പം ഇത് ഏതാത്മാവ് തിരിഞ്ഞറിഞ്ഞിട്ട് പുറകെ നിൽക്കാൻ പറഞ്ഞാൽ മതി, നിന്നോളൂ. നമ്മളല്ലെങ്കിൽ എലിയാവിനെ പോലെ ആത്മാവില്ലെങ്കിൽ ഇത് മുന്നേ ഓടും, നമ്മൾ പുറകെ കെട്ടി വരും. വീടുകളിലും അത് തന്നെയാണ് കേട്ടോ. വീടുകളിലും ഈ ആത്മാവില്ലാത്തൊരു പുറകെ പോകേണ്ടി വരും. ആണായാലും പെണ്ണായാലും ഭർത്താവായാലും ഭാര്യയായാലും. അവിടെ ദൈവസ്ഥലം തരുന്ന ആത്മാവിനെ പ്രാപിച്ചോണം, ഇല്ലെങ്കിൽ അവരാ മാപ്പിള എന്ന് കേട്ടിട്ടില്ലയോ? അത് സംഭവിക്കരുത്. നിനക്കുള്ള ശക്തി നീ നഷ്ടപ്പെടുത്തരുത്. ഏത് ഏത് ആഹാബല്ല ഇസബേലാണെങ്കിലും ശരി, ദൈവത്തിൻ്റെ ശക്തി നിന്നിലുണ്ടെങ്കിൽ നീയാണ് രാജാവ്, നീയാണ് ബലവാൻ. അങ്ങനെയുള്ളവർ മനസ്സ് സിയോനിലേക്കുള്ള പെരുവ്. അവർക്ക് മടുത്തു പോകത്തില്ല, അല്ലാത്തവനും മടുത്തു പോകും. ആത്മശക്തി ഇല്ലാത്തവൻ മടുത്തു പോകും. ഓ, എന്തിനാ ജീവിക്കുന്നത്? ഇതാണ് എൻ്റെ കാരണം. കാരണം ലോകത്തിൻ്റെ ശക്തി ഭയങ്കരമാണ്, പിശാചി ഭയങ്കരമാണ്, ജഡം ഭയങ്കരമാണ്. ഇതിനെ ജയിക്കണമെങ്കിൽ ദൈവശക്തി നമുക്ക് ആവശ്യമാണ്, ഉയരത്തിലെ ശക്തി ലഭിക്കുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം ഇസ്രായേലും ഇങ്ങനെയുള്ളതായ ദൈവങ്ങളുടെ പിന്നാലെ പലപ്പോഴും പോയിട്ടുണ്ട്. അതറിയാവോ? അത് നമ്മുടെ സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിൽ പറയുന്നില്ല. സ്തേഫാനോസ് പ്രസംഗം പറയും, നിങ്ങൾ നക്ഷത്രദേവനായ റാഫാലിനെയും സൂര്യദേവൻ്റെയും പിന്നാലെ പോയില്ലേ? 7:43 വായിച്ച്. അപ്പോസ്തല പ്രവൃത്തി 7:43. അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന എല്ലാ കാലത്തും ശ്രേഷ്ഠരെന്നല്ല, അവർ ഇന്ന് ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ അടി പാഴ്സലായിട്ട് കിട്ടും, ശത്രുവിനെ അവർക്ക് നേരെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ ഇപ്പോഴും ഈ ശത്രുത്വം ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇസ്രായേലിൽ നല്ലൊരു ശതമാനം ദൈവത്തെ വിശ്വസിക്കുന്നില്ല. ഒരു ചെറിയ 20% പേര് മാത്രമേ സത്യദൈവത്തെ വിശ്വസിക്കുന്നുള്ളൂ. മനസ്സിലാവുന്നു? അപ്പോൾ ഇസ്രായേൽ നീ പൊക്കിക്കൊണ്ട് നടക്കണ്ട. അതാണ് അവർക്ക് ശത്രുക്കൾ നീക്കുന്നത്. നമ്മളും അങ്ങനെയല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ വഴി വിട്ടു പോകുമ്പോൾ ആരെങ്കിലും നമുക്ക് എതിരായിട്ട് വരും. അതുകൊണ്ട് അവൻ്റെ മേക്കിട്ട് കയറാതെ പോയി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് തന്നെ വിശദീകരിച്ച് ക്രമീകരിക്കുമ്പോൾ അവർക്ക് ജയം കിട്ടും. വായിക്കാം. നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മൊളോക്ക് ദേവൻ കേട്ടോ, ഇസ്രായേലിൻ്റെ ആരാധിച്ചൊരു ദൈവമായിരുന്നു മൊളോക്ക് ദേവൻ. കാളക്കുട്ടി ആരാധിച്ച ഒരു പാർട്ടി ഉണ്ടല്ലോ, അവൻ്റെ സന്തതി പരമ്പരകളെല്ലാം ഇവിടെ വന്നാലും ഈ ആത്മാവ് പോകത്തില്ല. മനസ്സിലാവുന്നു? ഇസ്രായേൽ ഒരു കൂട്ടർ ശരിയായ പ്രമാണപ്രകാരം ജീവിക്കുന്നുണ്ട്, 20%. ബാക്കിയുള്ളവരെല്ലാം ഈ പറഞ്ഞ ലോകസ്നേഹവും ആഡംബരവും ലൗകികവും ഒക്കെ ആയിട്ട് ഇന്ന് ഇസ്രായേൽ പോയിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ എതിർ ക്രിസ്തുവിനൊക്കെ കൊടുക്കാൻ പോവുക. ഇതെല്ലാം കഴിയുമ്പോൾ ഇസ്രായേലിന് അടി പാഴ്സലായിട്ട് വരുന്നുണ്ട്. ശരിക്കിട്ട് അവരെ കരയിപ്പിച്ച് നിലവിളിപ്പിച്ച് അവസാനം യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നിടം വരെ അവൻ അടി തിരിച്ചു കിട്ടും, വിടാൻ പോകുന്നില്ല. ഇസ്രായേൽ ഇപ്പം ജയിച്ചെങ്കിലും അവൻ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. പലരും അവൻ തൻ്റെ ഇഷ്ടം പറയാൻ പോകുന്നതുകൊണ്ട് തിരിച്ചടി വരും. അത് വേദപുസ്തകമുണ്ട്, നമുക്ക് പിന്നീട് ചിന്തിക്കാം. വായിക്കാം. രോഫാൻ ദേവന്റെ നക്ഷത്രങ്ങളിൽ നിങ്ങൾ എടുത്ത് നടന്നുവല്ലോ. റാഫാൻ ദേവന്റെ നക്ഷത്രത്തെ എടുത്ത്, നക്ഷത്രം അതാണോ ഇസ്രായേലിൻ്റെ കൊടിയിലുള്ള നക്ഷത്രം? ആണോ എന്നൊരുത്തൻ ചോദിച്ചു. ഈ രാഫാൻ ദേവന്റെ നക്ഷത്രമാണോ പാർശ്വ ഇസ്രായേലിൻ്റെ കൊടിയിൽ? അല്ല. ഈ നക്ഷത്രം വ്യത്യാസമുണ്ട്. അവർ വെച്ചിരിക്കുന്ന നക്ഷത്രം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, 1948 ഇസ്രായേൽ സ്വതന്ത്രമായ സമയത്തിൽ ഡേവിഡ് ബെൻഗോറിയൻ, അവിടെ അന്നത്തെ നേതാവായിരുന്നു, സിയോണിസ്റ്റിൻ്റെ നേതാവായിരുന്നു ഡേവിഡ് ബെൻഗോറിയൻ. അവൻ 6, നമ്മളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന 5 നക്ഷത്രത്തിലല്ലേ, 5 വാലുള്ള നക്ഷത്രമാണ്. ഇത് 6 എന്ന് പറഞ്ഞാൽ ദൂതനെ കാണിക്കുകയാണ്. അപ്പോൾ ദൂതന്മാരുടെ പ്രത്യക്ഷതയാണ് ഈ 6 എന്ന് കാണിക്കുന്നത്. 6 ദൂതൻ്റെ നമ്പറായിട്ട് അവർ വിശ്വസിക്കുന്നത്. അവർക്ക് ഓരോന്നിനും ഓരോ നമ്പറുണ്ട്. അപ്പം മുസ്ലിങ്ങൾക്കില്ല 786, അതൊക്കെ അവരൊരു ആത്മീയ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദൂതൻ്റെ നമ്പറാണ് 6. അപ്പോൾ ഈ 6 നക്ഷത്രം എന്ന് പറയുന്നതിൻ്റെ കാരണം ദൂതന്മാർ മുഖാന്തരം അരുളപ്പാട് ചെയ്തൊരു വാഗ്ദത്ത മശിഹായ ഇസ്രായേൽ വിശ്വസിക്കുന്നുണ്ട്. ആ മശിഹായുടെ ചിഹ്നമാണ് ഈ നക്ഷത്രം വെച്ചിരിക്കുന്നത്. പക്ഷേ അറിവില്ലാത്തവൻ രാഫാൻ്റെയും കിയോൻ്റെ നക്ഷത്രത്തെ എല്ലാം ആരാധിക്കാൻ തുടങ്ങി. വേറൊന്നാണ് കിയോൻ്റെ നക്ഷത്രം. എവിടെ എഴുതിയിരിക്കുന്നത്? ആമോസിൻ്റെ 5:26 വായിച്ച്. ആമോസിൻ്റെ പുസ്തകം 5:26. നിങ്ങൾ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളായി നിങ്ങളുടെ നക്ഷത്ര ദേവനായ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇസ്രായേലിൽ ഒരു കൂട്ടർ എപ്പോഴും വിഗ്രഹത്തിന്റെ പിന്നാലെ പോകുന്നവരുണ്ട്. ക്രിസ്ത്യാനികൾ വിഗ്രഹത്തിന് മുമ്പിൽ പോകുന്നില്ലേ? ഇല്ലയോ? അറിവില്ലായ്മ അങ്ങനെ വരുന്നു. നാളെ നമ്മുടെ ഒരു വിശ്വാസി പയ്യനോട് ഒരു കത്തോലിക്ക പയ്യൻ പറഞ്ഞിടാ, മാതാവിന് നേർച്ചിട്ടാൽ മതി, നിനക്ക് പരീക്ഷ ജയിക്കും കേട്ടോ. ഇവൻ ഈ ചെളിമടയിൽ പോയി മാതാവിന്, ആ കുരിശും തൊട്ടി പോയി മാതാവിന് മെഴുകിനും കത്തിച്ച് കാണിക്കിയിട്ട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് ഒരാളെന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുവാണ് ഇത്? അത് പരീക്ഷ ജയിക്കണം ഇടാനായിട്ട് മറ്റവൻ പറഞ്ഞു. ഇതന്നെയാണ് ഇസ്രായേലിനും പറ്റിയത്. കൃഷിയിൽ നല്ല ഉൽപ്പന്നം കിട്ടണം, ബാലിനെ സേവിക്കണം. അപ്പോൾ അവനെ സേവിക്കാൻ പോകും.
മനസ്സിലാവുന്നു? ഇല്ലെങ്കിൽ രാഫാ നക്ഷത്രത്തെ എടുത്ത് പ്രദക്ഷിണം ചെയ്യാൻ പറയും. ക്രിസ്ത്യാനികളില്ല, കല്യാണമൊന്നും നടക്കുന്നില്ല. തന്നെയല്ല, കിഴക്കോട്ട് നിന്നുള്ള പ്രാർത്ഥന ഇവിടുന്ന് ആരംഭിച്ച് കിഴക്കോട്ട് നിന്നുള്ള പ്രാർത്ഥന വായിച്ച് എസക്കേൽ പ്രവചനം 8:9-10 വായിച്ച്. എസക്കേൽ പ്രവചനം 8:9-10. ഇന്നും ക്രിസ്ത്യാനികൾ കിഴക്കോട്ട് തിരിഞ്ഞില്ല. അവൻ എന്നോട് ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നും ക്രിസ്തീയ സഭകൾ ഒരു കൂട്ടർ കിഴക്കോട്ട് നിന്നെങ്കിൽ അവർക്ക് പ്രാർത്ഥന വരത്തുള്ളൂ. കിഴക്കാണോ ദൈവം? ഇനി ദശ പറഞ്ഞാൽ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, ഉയരം കൊണ്ട് മനോഹര സർവഭൂമിയുടെയും ആനന്ദം. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെ? 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാൽ അവിടെ മധ്യ ദൈവം വരുമെന്ന്. അത് നമ്മൾ റൗണ്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു ദിശയില്ല. കാരണം ഈ അറിവെല്ലാം വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷേ വായിക്കണ്ടേ ഇവനൊക്കെ? ഇതൊക്കെ വായിച്ച് മനസ്സിലാകാതെ പുണ്യാളച്ചൻ പറഞ്ഞതും മെത്രാൻ പറഞ്ഞതും പോപ്പ് പറഞ്ഞതും മാത്രം കേട്ടുകൊണ്ട് പോകുന്നതല്ലേ കുഴപ്പം? ഇതെൻ്റെ പെന്തിക്കോസുകാർക്കും പറ്റരുത്. നമ്മുടെ ഇടയിൽ അപ്രമാദത്തിൽ ചിലർ കയറുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കുറഞ്ഞു വരിക. ഞങ്ങളേതാണ്ട് വലിയ സംഭവമാണ്, സെൻറ്ററിൻ്റെ പോയിന്റ് നിൽക്കുന്ന പിള്ളയാണ്, മറ്റാ മറിച്ചാൻ പറഞ്ഞുകൊണ്ട് ഈ വാഴ്ചയുടെ ആത്മാവ് വീണു പോകുന്നവർക്കെല്ലാം ഉണ്ട്. അത് സൂക്ഷിച്ചോണം. വിശ്വാസികളും കയറും, എനിക്കും കയറുന്നു, മറ്റുള്ളവർക്കും കയറും. വായിക്കാം. 8:16. ആ, യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവെ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് നോക്കണം, ശ്രദ്ധിച്ചു നോക്കുക. 25 പുരുഷന്മാർ മന്ദിരത്തിന്റെ ആൾട്ടർ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ആ പറഞ്ഞ പോലെ കൃപാസനത്തെങ്കിൽ നേരെ, അവിടെയാണ് ദൈവത്തിന്റെ ഷക്കേന. അങ്ങോട്ട് തിരിയേണ്ടതിന് പകരം 25 ശക്തന്മാർ പുരുഷന്മാർ എന്ത് ചെയ്തു? മന്ദിരത്തിൽ തിരിഞ്ഞു നിന്ന്. വായിക്കാം. യഹോവയുടെ മന്ദിരത്തിന്റെ നേരെയും മുഖം കിഴക്കോട്ട് തിരിച്ചുകൊണ്ട് മുഖം കിഴക്കോട്ട് തിരിച്ചിട്ട് എന്ത് ചെയ്തു? അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. നമസ്കരിക്കുന്നു. ഇതാണ് ക്രിസ്ത്യാനികളുടെ പാരമ്പര്യം. കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിക്കുക. പണ്ട് തോമാസിലെ ഇന്ത്യ വന്നപ്പോൾ കേട്ടിട്ടുണ്ട്, ബ്രാഹ്മണന്മാര് സൂര്യ നമസ്കാരം. അത് അവരുടെ അറിവ് തെറ്റല്ല, ഇന്നത്തെ കാലത്തിലല്ലേ. അവരിങ്ങനെ സൂര്യനെ നോക്കി ആരാധിച്ചിട്ട് വെള്ളം സൂര്യനിലേക്ക് ഒഴിക്കും വെള്ളോട്ട്. അപ്പോൾ ആ തോമാശ്ലീഹ വന്നൊരു അത്ഭുതം ചെയ്തിട്ട് വായിക്കുന്നു, നമ്മൾ കണ്ടിട്ടില്ല. തോമാശ്ലീഹ പറഞ്ഞു, നിങ്ങൾ ഒഴിക്കുന്ന വെള്ളം താഴോട്ട് പോകുന്നില്ല, ദൈവം ഏറ്റുകൊള്ളുന്നില്ലല്ലോ. കാരണം ഈ ബാലിൻ്റെ ദൈവം അല്ല, സൂര്യദേവൻ അതിനെ ഏറ്റുകൊള്ളുന്നില്ല. സൂര്യഭഗവാന്റെ മക്കൾ കർണനോ ആരണ്ടൊക്കെ ഇല്ലേ, അതൊക്കെ അന്നത്തെ മനുഷ്യൻ്റെ അറിവിൽ ആരണ്ടൊക്കെ എഴുതി കൂട്ടിയൊരു സംഭവങ്ങളാണ് അതൊക്കെ. അതൊന്നും ഇന്ന് മനുഷ്യൻ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ തോമാശ്ലീഹ കൊണ്ട് വെള്ളം എടുത്തിട്ട് പറഞ്ഞത്, ഞാൻ ഒഴിച്ച് ആ ദൈവം സ്വീകരിക്കുന്നു, വെള്ളം അങ്ങനെ നിർത്തിയെന്നാണ് പറഞ്ഞു. തൻ്റെ അത്ഭുതമായ പ്രാർത്ഥനയിൽ അങ്ങനെ നിന്നു. അപ്പോൾ നിങ്ങളുടെ ദൈവം ഏതാ? അതാണ് സ്വർഗത്തിലെ പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു ലോകത്തിൽ വന്നു. അങ്ങനെയാണ് ക്രിസ്ത്യാനികളുടായതാണ് ചരിത്രം പറയുന്നത്. ശരി, അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വിശ്വാസം കൊണ്ടുമൊക്കെ മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇതാണ് അന്ന് ഇസ്രായേൽ ജനങ്ങളെന്ന് പറയുന്നവർ. ഇന്നും ഒരു കൂട്ടര് ഇതെല്ലാം ആരാധിക്കുന്നുണ്ട്, അവർക്കത് വിഷയമല്ല. ഇന്ന് ഇവിടുന്ന് പോകുന്ന ഇന്ത്യക്കാർ അവരുടെ വിഗ്രഹങ്ങൾ യഹൂദന്മാരുടെ റബിമാരുടെ റൂമിൽ പോലും വയ്ക്കുന്നതാണ് പറഞ്ഞത്. അവർക്കത് വിഷയമല്ല. കാരണം അവരിന്ന് മോഡേൺ വികസിത രാജ്യങ്ങളുടെ കാഴ്ചപ്പാട്. അങ്ങനെ ചില പറഞ്ഞു, ഞങ്ങളുടെ ദൈവങ്ങളെ കൃഷ്ണനെയും മറ്റ് ഔസപിതാവിനെയും മാതാവിനെയൊക്കെ വെച്ച് മെഴുകുതിരി അവർക്ക് സാരമില്ല, അത് നിങ്ങൾ ചെയ്തു. ഒരു ജനാധിപത്യമാണ്, തെറ്റെന്ന് പറയാൻ ഒക്കത്തില്ല, ചെയ്തു, അത് നിങ്ങളുടെ വിശ്വാസം. കാരണം ഞങ്ങൾ ചെയ്യത്തില്ലെന്ന് പറയും. പണ്ടതല്ല, അതിനെ അനുവദിക്കത്തില്ല. ഇസ്ലാം അതിന് ഭയങ്കര ശക്തമല്ലേ. വിഗ്രഹം കാണുന്നത് അവർക്ക് അലർജിയാണ്, അടിച്ചു പൊടിച്ച് ദൂരെ കളയും. അവസരം കിട്ടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം നശിപ്പിച്ചാൽ. കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്. എവിടെ എഴുതിയിരിക്കുന്നത്? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലുണ്ട്, ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലുണ്ടല്ലേ. വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് എന്ന് പറയുന്നുണ്ട്. സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ ഭൂമിക്കുള്ള യാതൊരു വിഗ്രഹങ്ങളെ നിങ്ങൾ 20:4 വായിച്ചു. ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. പുറപ്പാട് 20:4. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെ പ്രതിമയും അരുത്. പണ്ട് പെന്തിക്കോസുകാര് എല്ലാവരും തന്നെ കാർഡ്ബോർഡ് ഉണ്ടായിട്ട് ഗ്ലാസിനകത്ത് വാക്യം എഴുതി വെക്കുമായിരുന്നു, വാക്യ ബോർഡ്. ഇന്ന് ചില പിന്മാറ്റക്കാരായ വിശ്വാസികൾ വീട്ടിൽ ചെന്നാൽ വാക്യത്തിനൊരു ബൊമ്മയും പിന്നെ JCBയും മറ്റത് മറിച്ചും എല്ലാം വെച്ച് അലമാരി നിർത്തി വെച്ച് വാക്യം കാണാനില്ല. അതും ഒരു വിഗ്രഹമാണ്. പിശാചി കയറാനൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ വീടുകളിൽ പോയിട്ട് അങ്ങനെയുള്ള ബൊമ്മയും ഇതിനെല്ലാം പിള്ളേർക്ക് കളിക്കാൻ അതല്ല കൊടുക്കേണ്ടത്. അത് ലോകമനുഷ്യർ അവർ പറഞ്ഞ് വേറെ രീതിയിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കണം.
ബൊമ്മ ഉണ്ടാക്കിയിട്ട് അത് പിന്നെ അതിനകത്ത് വെക്കുക, ഇതിനകത്ത് വെക്കുക. അതും ഒരു വിഗ്രഹമല്ലേ? നിങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കും, നിങ്ങളുടെ വീടുകളിലൊക്കെ ഇത് കണ്ടിട്ടില്ലേ? കാണുന്ന കോപ്രാഞ്ചങ്ങളെല്ലാം അതും ഷോക്കേസ് വെച്ചിരിക്കുകയാണ്. അതിന് പ്രാധാന്യം ഉണ്ടായിട്ടല്ലേ ഷോക്കേസ് വയ്ക്കുന്നത്. അങ്ങനെയുള്ള എടുത്ത് കളയുന്നതാണ് നല്ലത്. അല്ലെ വെറുതെ വിഷാദിനകത്ത് കയറ്റരുത്. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ഇസ്രായേൽ കാലാകാലങ്ങളിൽ നോക്കട്ടെ, സൂര്യൻ അഭിമാനി നിന്ന് അതിനെ ആരാധിക്കുന്നു. ഇന്നും വിഗ്രഹാരാധികളുണ്ട് അവിടെ. ഇനി അത് കൂടും. എതിർ ക്രിസ്തുവിനെ അവർ കാലത്താണ് ഇനി മര്യാദ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇസ്രായേൽ തിരിഞ്ഞു വരുന്നൊരു കാലമുണ്ട്. ഇനി നമുക്ക് ഇറാനെ പറ്റി ചിന്തിച്ചാൽ, ഇറാൻ ആരുടെ സന്തതിയാണ്? ഏലാമ്യർ എന്നാണ് അവരുടെ പേര്, ഏലാമ്യർ. കാരണം എസെക്കിയേൽ 38 അധ്യായത്തിൽ വായിക്കുമ്പോൾ, അതിൻ്റെ 3-4 വാക്യം വായിക്കുമ്പോൾ, ഗോഗ് ഋഷിയോട് ചേർന്ന് ഈ പറഞ്ഞ അറബ് രാജ്യങ്ങളിൽ പലതും യുദ്ധത്തിനായി പുറപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വായിച്ച് വടക്ക് നിന്ന് 5 വാക്യം 4 വാക്യം മുതൽ വായിച്ച്. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരികയും ധരിച്ച പാർസികൾ, കൂശ്യർ. നോക്കണം ആരൊക്കെയാണ് റഷ്യയുടെ കൂടെ. ഇപ്പോൾ അതുകൊണ്ട് ഇറാൻ എന്ന് പറഞ്ഞാൽ പാർസികൾ എന്ന് അറിയപ്പെട്ടുകൊണ്ട് 1935 ഷായുടെ കാലത്തിൽ ഇതിന് ഇറാൻ എന്നുള്ള പേര് വന്നത്. അതിനു മുമ്പ് പാർസികൾ എന്നാണ്. പക്ഷെ അതിനു മുമ്പ് ഏലാമ്യർ എന്നവരെ അറിയുന്നത്. വായിച്ച് വീണ്ടും വായിച്ച്. പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും. ആ അധ്യായം നിങ്ങൾ പലതും കേട്ടുള്ളതാണ്. ഇവരെല്ലാം ചേർന്ന് ഇസ്രായേൽ ഇതിലേക്ക് വരികയാണ്. അതാണ് 3-ാം ലോകമഹായുദ്ധത്തിലെ സംഭവം. 3-ാം ലോകയുദ്ധം ഉണ്ടാകും. അത് ഈ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാകാൻ പോവാണ്. ഇപ്പം റഷ്യ എന്ത് ചെയ്തു? സൗദിക്ക് അല്ലെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്തു, ചൈന സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഏതൊക്കെ രാജ്യങ്ങളാ? പാർസികൾ, വായിച്ചേ. ക്രൂശ്യര്. നോക്കണം, പാർസികൾ, ക്രൂശ്യര്, പൂത്യര്, ഗോമേരും. അപ്പോൾ ക്രൂശ്യർ എന്ന് പറഞ്ഞാൽ എത്യോപ്യൻ രാജ്യങ്ങളാണ്, ആഫ്രിക്കയിലെ ചില രാജ്യങ്ങൾ. പൂത്യർ എന്ന് പറഞ്ഞാൽ ലിബിയ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ. പിന്നെ ഗോമേര് ടർക്കിയ എന്ന് പറയുന്നവരുണ്ട്, ജർമ്മനിയ എന്ന് പറയുന്നവരുണ്ട്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല. തോഗർമ ടർക്കി ആയിട്ടും ഗോമർ ജർമ്മനി ആയിട്ടും പറയുന്നു. തിരിഞ്ഞു വരുന്ന പറയുന്നത്. ഈ സമയത്തുള്ള യുദ്ധത്തിൽ, 3-ാം ലോകയുദ്ധത്തിൽ ഇതെല്ലാം ചേർന്ന് ഇസ്രായേൽ പർവ്വതത്തിലേക്ക് വരും. പൊരിഞ്ഞ യുദ്ധമായിരിക്കും. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ കഷ്ടകാല സമയമായി, യാക്കോബിൻ്റെ കഷ്ടകാലം എന്നൊക്കെ പറയുന്ന സമയമാണ്. അവർക്ക് ഒരു വിധത്തിൽ ഒരു രാജ്യം അവരെ സഹായിക്കാനില്ലാതെ അവർ പൊരിഞ്ഞു കഴിയുമ്പോൾ സക്കറിയാവിൽ വായിക്കുന്ന പോലെ കുത്തിയവങ്കിലേക്ക് നോക്കി രക്ഷപ്പെടും. യേശു ക്രിസ്തു കർത്താവിനെ അവർ സ്വീകരിക്കുകയും ഒരു കൂട്ടർ യേശുവിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് മലകളിലേക്ക് ഓടിപ്പോവുകയും ചെയ്യും. അന്ന് നിങ്ങൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛതകൾ, ഇതെല്ലാം നമ്മൾ ഒരുപാട് കേട്ടതല്ലേ. എതിർ ക്രിസ്തുവിൻ്റെ ഭരണം വരും. അതാണ് കഴിഞ്ഞ ദിവസം ആ ബ്രാഹ്മണൻ പറഞ്ഞ പോലെ നമുക്കൊരു മശിയ അല്ലെങ്കിൽ ക്രിസ്തു, യേശു ക്രിസ്തു അല്ലെങ്കിൽ ക്രൈസ്റ്റ് അക്കോർഡ്, അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞ പോലെ ക്രൈസ്റ്റ് അക്കോർഡ് എന്ന് പറയുന്നവരെ കൊണ്ടുവരണം. എങ്കിലേ സമാധാന വാർത്തകൾ പറഞ്ഞ് വ്യാജ ക്രിസ്തു വെളിപ്പെടാൻ പോവുകയാണ്. ആ ക്രിസ്തു ഇപ്പോൾ വെളിപ്പെടും. ഈ യുദ്ധങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ സാമ്പത്തിക പരാതികളുണ്ടാകും, ഇക്കണോമിക്കൽ ക്രൈസിസ്. അതിനെ പരിഹരിക്കാൻ വേണ്ടി അതിബുദ്ധിയുള്ളതായ ഒരു മനുഷ്യൻ മുമ്പോട്ട് വരും. അവൻ ക്രൈസ്റ്റായിട്ട് ഇവർ അംഗീകരിക്കുകയും ചെയ്യും. അങ്ങനെ യഹൂദൻ്റെ ആലയം പണിയും. മിക്കവാറും ഇപ്പോൾ ആലയം പണിയാനുള്ളതായ മിസൈലുകളും അവർ വെച്ചിട്ടുണ്ട്, ചിലതിനെല്ലാം തകർക്കാനും. അത് ഓട്ടോമാറ്റിക്കലി തകർന്നു പോകുമെന്നാണ് പറയുന്നത്. പകരം ഇസ്രായേലിൻ്റെ ആലയം അവിടെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ചില ആളുകൾ പറയുന്നത്. അപ്പം മിസൈൽ ഇപ്പോൾ ടെൽ അവീവ് നോക്കി അടിക്കുകയല്ലേ. ഏതെങ്കിലും ഒരെണ്ണം ഇച്ചിരി വഴി തെറ്റിച്ച് വിട്ടാൽ മതിയല്ലോ. മോസ്കിൻ്റെ മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ തകരുന്ന. അപ്പം പിന്നെ സമാധാനത്തിന് ഒരു ക്രൈസ്റ്റ് അക്കോർഡ് വരും. അങ്ങനെ സമാധാന നിയമം കൊണ്ടുവന്നിട്ട് പുതിയ ഭരണം കൊണ്ടുവരികയാണ്. പക്ഷെ അവിടെ നിൽക്കുന്നില്ല. ഈ യുദ്ധം പിന്നെ അവസാനിക്കുന്നില്ല. ഇനി കണ്ടിന്യൂസ് ആയിട്ട് 7 വർഷം വരെ യുദ്ധം നിൽക്കാൻ പോവുകയാണ്. 7 കൂടുതൽ കാണും. അവിടെ യുദ്ധമൊന്നും അവസാനിക്കത്തില്ല ഇപ്പോൾ. ആ അവസാന യുദ്ധം നമുക്കറിയാം, ഇത് ഹർമദോൻ കൊണ്ട് അവസാനിക്കും. ഹർമോൻ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഒലിവുമലയിൽ വരും. അപ്പോഴത്തേക്ക് യഹൂദന്മാർ യേശുവിനെ സ്വീകരിക്കും. 144,000 പേര് 7-ാം അധ്യായത്തിൽ കാണുന്ന, വെളിപ്പാട് ദിവസം 7-ാം അധ്യായത്തിൽ കാണുന്ന 12 ഗോത്രങ്ങളിൽ നിന്ന് അവരെ മുദ്രയിട്ട് അടുത്ത 1000 വർഷത്തേക്ക് അവരെ പ്രവേശിപ്പിക്കും. 14-ാം അധ്യായത്തിൽ കാണുന്ന അത് പുതിയ നിയമ വിശുദ്ധന്മാരാണ്. അത് ടി പി എക്കാരാണെന്നുള്ളതല്ല. 1-ാം നൂറ്റാണ്ട് മുതൽ കർത്താവിൻ്റെ വരെ
യേശുവിനെ പോലെ പൂർണ്ണതരായി ജീവിച്ച വിശുദ്ധന്മാരാണ് 14 ഇത് രണ്ടും ഒന്നാണെന്നാണ് ചില ബന്ധുക്കോസുകാർ, അതൊക്കെ അറിയില്ലാതെ പറയുകയാണ്. അല്ല, ശരിയായിട്ട് പഠിപ്പിച്ച് നമ്മൾ തന്നിട്ടുണ്ട്. അത് ഒന്ന് യഹൂദനും ഒന്ന് പുതിയ. വെളിപ്പാട് പുസ്തകം 2 വ്യൂവിലാണ്. ഒന്ന് യഹൂദനെ ബേസ് ചെയ്തും ഒന്ന് സഭയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 12 അധ്യായത്തിലും കാണുന്ന സ്ത്രീ സഭയാണ്, സഭയിൽ എടുത്തുള്ളപ്പെടുന്ന വിശുദ്ധന്മാരാണ് ആൺകുട്ടി. കൈവിടപ്പെടുന്നവർ എതിർ ക്രിസ്തുവിൻ്റെ കാലത്തിൽ ഭൂമി അവർക്ക് തുണ നിൽക്കും. ഭൂമി എന്ന് പറഞ്ഞാൽ അന്നത്തെ സമുദായ സഭ. അവരോട് ചേർന്ന് പെന്തിക്കോസിൽ നല്ല ശതമാനം അങ്ങ് പോകും. പക്ഷെ ഒരു കൂട്ടർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചന ബുദ്ധിയുള്ള കന്യകമാർ, വെളിപ്പാട് ദിവസം 25 അധ്യായത്തിൽ കാണുന്ന ബുദ്ധിയില്ലാത്തതും ബുദ്ധിയുള്ള കന്യകമാർ. ആരാ ബുദ്ധിയുള്ള കന്യകമാർ? വെളിപ്പാട് ദിവസം 13:10 വായിക്കുമ്പോൾ ഇവിടെ ബുദ്ധി കൊണ്ട് ആവശ്യം, ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, 666. അന്ന് വാങ്ങിക്കാനോ വിൽക്കാനോ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഇന്ന് അദാനി, കഴിഞ്ഞ ദിവസം എല്ലാവരുടെയും ഗ്രൂപ്പിലൊരു ഉദ്യോഗസ്ഥൻ ഇവിടെ വന്ന് എന്നെ കാണാനിടയായി. ഡൽഹിയിലെ പഴയ സിമെൻറ്റ് കമ്പനി ഇപ്പോൾ അവർ MNC ആയിട്ട് മാറിയിരിക്കുകയാണ്. മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനി. അതാണ് ഇവിടെ കാണുന്ന അദാനി. ഇപ്പം ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഉണ്ടല്ലോ, എന്തുവാ, ഒരു പുതിയ കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടല്ലോ, ഉറക്കപ്പെടുമോ, ഊരാളുങ്കൽ. അപ്പോൾ ഊരാളുങ്കൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയായിട്ട് വരട്ടെ, അതെല്ലാം ആവശ്യമാണ്. അവരാണ് ഇപ്പം നമ്മുടെ നെടുമുടി റോഡ് പണിതിരിക്കുന്നത്. ആലപ്പുഴ നെടുമുടി റോഡ് അവർ പണ്ടൊക്കെ ആ പാലം പണിത് 10-15 വർഷം എടുത്ത് 2 വർഷം കൊണ്ട് അവർ പരിപാടി തീർത്തു. 2-3 വർഷം കൊണ്ട് പരിപാടി തീർത്തു. അപ്പം മൾട്ടിനാഷണൽ കമ്പനിയിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഈ കമ്പനികളെല്ലാം ചേർന്നാണ് നമ്മുടെ ഇറാഖ് സ്ഥലത്തിൽ ഇനി വലിയൊരു സിറ്റി വരും. അതാണ് വെളിപ്പാട് ദിവസം 17 അധ്യായത്തിൽ കിടന്ന ബാബിൽ, 18 അധ്യായത്തിൽ കിടന്ന അത് ക്രിസ്തുവിൻ്റെ കാലത്തിൽ വ്യാപാര ശിരാ കേന്ദ്രങ്ങൾ. അതിൻ്റെ ഒരു ബാലൻസാണ് ഇവിടുത്തെ വിഴിഞ്ഞം പോർട്ട്. അദാനിയുടെ ഒരു വലിയ പോർട്ടാണ് ഈ പറഞ്ഞ ഐഫൽ. ഇസ്രായേൽ കാണുന്ന ഇപ്പോൾ ഒരു ഇറാൻ ബോംബിട്ടുകൊണ്ടിരിക്കുന്ന ഐഫൽ അല്ലേ എന്ന് പറഞ്ഞ തുറമുഖത്തിൽ. അപ്പോൾ അദാനിയൊക്കെ സാധാരണക്കാരല്ല, മൾട്ടിനാഷണൽ കമ്പനി വലിയ യോജിച്ചവർ ഭയങ്കര പദ്ധതി ലോകം മുഴുവൻ നവീകരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ കീഴിൽ കൊണ്ടുവരാൻ പോവുകയാണ്. ലൂസിഫർ എന്ന് പറയുന്ന ശക്തി ഒരു മനുഷ്യന് തൻ്റെ ശക്തി കൊടുത്തിട്ട് മൃഗം, വെളിപ്പാട് ദിവസം 13 കാണുന്ന ആ 1 അധ്യായത്തിൽ മൃഗം പൊളിറ്റിക് ലീഡറും, വെളിപ്പാട് ദിവസം 13:11 കാണുന്നത് റിലീജിയസ് ലീഡറുമാണ്. അതാണ് ഈ കാലത്തിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ഇലോൺ മസ്കും ട്രംപും ഒന്നും തെറ്റിപ്പിരിയത്തില്ല. അവരെയൊക്കെ മത നേതാക്കന്മാർ മറ്റുള്ളവർ സ്വാധീനിച്ച് ഒന്നാക്കി ഏകലോക ഗവൺമെൻറ് വരും. അവിടെ ബുദ്ധിയുള്ളവർ ശ്രമിച്ചോണം. അതുകൊണ്ടാണ് വെളിപ്പാട് ദിവസം 12 അധ്യായത്തിൽ 1260 ദിവസം ഈ സ്ത്രീയൻ സന്തതിയുടെ ശേഷിപ്പിന്, സ്ത്രീ എതിർ ക്രിസ്തുവിനോട് പോകും. പെന്തിക്കോസിൽ മജോറിറ്റി ഈ ലോകത്തോട് അനുവുമായി എതിർ ക്രിസ്തു നമ്പറേറ്റ് ജീവിക്കുമ്പോൾ അന്നും വിശ്വാസത്തിന് വേണ്ടി കൈവിടപ്പെട്ട കുറേ വിശുദ്ധന്മാർ ഭൂമിയിൽ കാണും. അതുകൊണ്ട് ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം കൊണ്ട് ആവശ്യം. വെളിപ്പാട് ദിവസം 13-12 ആ കാര്യമുണ്ട്. അവർ 1260 ദിവസം ഭൂമി, റിലീജിയൻ, ഈ ഭൂമിയിലെ മതം അവർക്ക് സഹായിക്കും. പക്ഷെ അതും വേണ്ടാന്ന് വെച്ച് എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയാക്കാതെ എണ്ണിക്കൂടാത്ത പുരുഷാരം, വെളിപ്പാട് ദിവസം 7-2 ഭാഗത്തിൽ പറയുമ്പോൾ എണ്ണിക്കൂടാത്ത പുരുഷാരം, ഇതാണ് രക്തസാക്ഷികൾ. അങ്ങനെ അതിൻ്റെ അവസാനം വരുമ്പോഴാണിത് ഹർമോദോൻ യുദ്ധം കഴിഞ്ഞ് ഒലിവുമലയിൽ കർത്താവായ യേശു ക്രിസ്തു വരും. വെളിപ്പാട് ദിവസം 14 വായിക്കുമ്പോൾ അന്ന് അവൻ്റെ കാൽ യെരൂശലേമിനെതിരെ വായിച്ചേ, അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. പക്ഷെ ഒലിവുമലയിൽ യേശു വരുമ്പോൾ യേശു പറഞ്ഞില്ലേ, മത്തായിയുടെ സുവിശേഷം പറയുമ്പോൾ 15 ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നീക്കുമ്പോൾ. വായിച്ച് മത്തായിയുടെ സുവിശേഷം 24:15 ശൂന്യമാക്കുന്ന മ്ലേച്ഛത, എതിർ ക്രിസ്തുവിൻ്റെ വിഗ്രഹം, റോബോട്ടുകൾ. നിങ്ങൾ നല്ല സുന്ദരികളായ റോബോട്ടുകളെ കണ്ടിട്ടില്ലേ? ഒറിജിനലാണെന്ന് തോന്നുന്നു. ആ പയ്യന്മാരെ കണ്ടിട്ടില്ലേ? ഇനി റോബോട്ട് മതി എന്നാണ് പറയുന്നത്. കാരണം മനുഷ്യനാകുമ്പോൾ പ്രശ്നമാണ്. അവന് ശാപ്പാട് ഉണ്ടാക്കി കൊടുക്കണം, ഇതൊന്നും വേണ്ട, കറണ്ട് കുത്തിയാൽ മതി, ബാറ്ററി ഓൺ ചെയ്ത് വിട്ടാൽ മതി, എല്ലാ ജോലിയും ചെയ്യും. സ്നേഹിക്കണം, തലവടണം, കാല് പിടിക്കണം, എല്ലാ പരിപാടിയും ചെയ്യും. അതുകൊണ്ടിപ്പോൾ എല്ലാവരും റോബോട്ടിനെ സ്വീകരിക്കാൻ പോവാം. റോബോട്ട് കം മനുഷ്യർ. പണ്ടൊക്കെ പല പ്രശ്നങ്ങളായിരുന്നു. കേരളത്തിൽ നിന്നൊക്കെ വിദേശത്ത് പോകുന്നവർ ഒരു വേറൊരാളെ, ഒരു ആഫ്രിക്കനെ കർമ്മനെ കൊണ്ടുവന്നാൽ ഇവർക്ക് ഇവിടെ കിട്ടിയുള്ളൂ എന്ന് ചോദിക്കും. അതാണ്. പിന്നെ എന്ത് മാറി? പിന്നെ സായിപ്പിനെ കൊണ്ടുവരാൻ. അപ്പോൾ സായിപ്പായി. ഈ വെളുത്ത് വളറിയ ആളെ കൊണ്ടാണോ എന്ന് ഒരാൾ ഞങ്ങളുടെ ചോദിച്ച പോലെ. പിന്നെ അതും മാറിയപ്പോൾ അതുമില്ല. മിസ്സസ് ഫിലോമിനെയും
മിസ്റ്റർ ഫിലോമിനയും. ഇല്ലയോ? രണ്ടും അങ്ങനെ വന്നിരിക്കുകയാണ്. ഇനി അടുത്ത 4-ാം ഘട്ടത്തിൽ എന്ത് ചെയ്യുക? റോബോട്ട്, മിസസ് ആൻഡ് മിസ്റ്റർ റോബോട്ട്. ഈ കാലം വരികയാണ്. ഇതാണ് മനുഷ്യൻ്റെ വികസനത്തിൻ്റെ ഉച്ചകോടിയിലെത്തിയിരിക്കുന്നത്. ദൈവികവും സ്നേഹവും എല്ലാം മനുഷ്യൻ നഷ്ടപ്പെട്ടു. അതാണ് എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലം. ആ ഭരണകാലത്തിൽ വാങ്ങാനും വിൽക്കാനും സാധിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? നമ്പരേക്കണം. അപ്പോൾ ദൈവമക്കൾ ബാക്കിയുള്ളവരെങ്ങനെ ജീവിക്കും? അവർക്ക് ജീവിക്കാൻ വേറെ വഴിയുണ്ട്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ. പക്ഷെ അവരെ എതിർ ക്രിസ്തുവിൻ്റെ വാളിൻ വായത്തിലാൽ കൊന്നുകളയും. പക്ഷെ അവരെല്ലാം കൊണ്ട് യേശു വീണ്ടും ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഒരു യുദ്ധമുണ്ടാകും. അതാണ് എതിർ ക്രിസ്തു, ഈ പറഞ്ഞ ക്രൈസ്റ്റിൻ്റെ പേരിൽ വരുന്ന വ്യാജ ക്രൈസ്റ്റും കർത്താവും കൂടെ ഒലിവുമലയിൽ ഏറ്റുമുട്ടും. വെളിപ്പാട് ദിവസം 19 വയ്ക്കുമ്പോൾ അവിടെ വെച്ച് മൃഗത്തെയും എന്ത് ചെയ്യും? തൻ്റെ വായിൻ ശ്വാസത്താൽ. വായിക്കാം. തൻ്റെ വായിൻ ശ്വാസത്താൽ ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. മൃഗത്തെയും കള്ളപ്രവാചകനും പിടിച്ച് മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്രയെ ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കിടക്കുന്ന തീപ്പൊയ്യെ തള്ളിയിട്ടും. ഈ സമയം ദൂതന്മാരിങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. 7 വർഷത്തിൻ്റെ അവസാനത്തിൽ ഈ ലോക നേതാവും ആയ ക്രിസ്തുവും യേശു ക്രിസ്തു എന്ന ഒറിജിനൽ ക്രിസ്തുവും കൂടെ ഒലിവുമലയിൽ ഫേസ് ടു ഫേസ് ആയി വരുമ്പോൾ, നമ്മളിവിടെ എസെക്കിയേൽ വായിക്കുന്ന പോലെ അശൂര് തൻ്റെ മനുഷ്യൻ്റെ വാളല്ലാത്തതിനാൽ വീഴുമെന്നാണ്. അതിൻ്റെ വായിൻ ശ്വാസത്താൽ അത് വാളാണ്. അപ്പോൾ അശൂരിൽ നിന്ന് വേണം, സിറിയയോട് ബന്ധപ്പെട്ട ഒരു യഹൂദനായിരിക്കും എതിർ ക്രിസ്തു ആണെന്നുള്ളതാണ് എൻ്റെ ഉൾപ്പെടെ ചില നിഗമനം, അനുമാനം. അങ്ങനെ ആകാം, മേ ബി ഓർ മേ നോട്ട് ബി. അപ്പോൾ എന്തു വായിക്കട്ടെ, ഏതായാലും ഒരാൾ വരുമെന്നുള്ള സത്യമാണ്. അപ്പോൾ ആ 7 വർഷ ഭരണത്തിൻ്റെ അവസാനത്തിൽ കർത്താവ് തൻ്റെ വായിൻ ശ്വാസത്താൽ ഇവരെ ബന്ധിച്ചു കളയും. അതോടെ വെളിപ്പാട് ദിവസം 11:15 7-ാമത്തെ ദൂതൻ കാഹളം ഊതും. വായിക്കാം. 7-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു എന്ന്. ലോകരാജ്യത്വം അവന്റെ ക്രിസ്തുവിന്. അതുകൊണ്ട് ഒരുങ്ങിക്കോണം കേട്ടോ. കളിയല്ല, സംഭവം നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ്. പാർസികൾ എന്ന് പറഞ്ഞാൽ അവരും അബ്രഹാമിന്റെ വംശത്തിൽപ്പെട്ടവരാണ് അല്ലേ? വെളിപ്പാട് ഉൽപ്പത്തി പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഏലാമ്യർ ആരുടെ സന്തതികളാ? ഇവരെല്ലാം ഒറ്റ ഷേമിന്റെ സന്തതിയാണ്. ഹാം, പിന്നെ യാഫേത്ത്, ഷേം, സെമിറ്റിക്ക്. അവർ വളരെ ക്ലോസ് ആയിട്ടുള്ളവർ. ഈ ഇറാൻകാരും ഇസ്രായേലും വളരെ ക്ലോസ് ആയിട്ടുള്ള മനുഷ്യരാണ് കേട്ടോ. വായിച്ചേ 10:22 വായിച്ചേ. ശേമിന്റെ പുത്രന്മാർ ഉൽപ്പത്തി പുസ്തകം 10:22. ശേമിന്റെ പുത്രന്മാർ സെമിറ്റിക് സന്തതി. അതാണ് മെസോപ്പൊത്തോമിയയിൽ വലുതായി വന്ന ജാതി. അത് ചരിത്രം പറയുന്നില്ല, സെമിറ്റിക്ക്. അപ്പോൾ ആ സേമിൻ്റെ സന്തതികളാണ് സെമിറ്റിക് എന്ന് പറയുന്നത്. മറ്റു ആഫ്രിക്കൻ ജനതയാണ്, അല്ലെങ്കിൽ അങ്ങനെ കുടിയേറിപ്പോയവരാണ് ഈ പറഞ്ഞ കാമിൻ്റെ സന്തതികൾ. അവർ ശപിക്കപ്പെട്ടവരാണെന്നും പറയുന്നില്ലേ വാക്കിൽ? അത് വചനം പറയുന്നത് കേട്ടോ. എന്നിട്ട് എല്ലാവരും ശപിക്കുന്നതല്ല. അപ്പോൾ കാമിൻ്റെ മറ്റേ യാഫേത്ത്, അതാണ് യൂറോപ്യൻ സന്തതികൾ. യൂറോപ്യൻ വംശക്കാരൊക്കെ ഈ മംഗോളിയനും പിന്നെ ഈ യൂറോപ്പിൽ കാണുന്നവരെല്ലാം യാഫേത്തിൻ്റെ സന്തതികൾ. അതുകൊണ്ട് യാഫേത്തും സ്റ്റേമും എന്നും ഐക്യമായിരിക്കും. യൂറോപ്പും അമേരിക്കയും ഇംഗ്ലണ്ടും ഇസ്രായേലും ഒക്കെ ആയിട്ടൊരു വലിയ കണക്ഷൻസ് വയ്ക്കുന്നതിന് കാരണം അവരന്ന് മുതലേ ആ ബന്ധമുണ്ട്. അത് നിങ്ങൾ അധ്യായം വായിച്ചറിയാം. അപ്പോൾ സെമിറ്റിക് സന്തതിപ്പെട്ടവരാണ് ഈ പേർഷ്യക്കാരും. വായിച്ചേ. സേമിന്റെ പുത്രന്മാർ ഏലാം, ഏലാമ്യർ എന്ന് പറഞ്ഞാൽ ആരാ? ഏലാമ്യ ദേശം എന്ന് പറയുന്നതാണ് പിന്നെ പാർസികൾ, പേർഷ്യക്കാരെന്ന് വന്നത്. അവരാണ് പിന്നീട് ഇറാൻകാരായിട്ട് മാറിയത്. പേർഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത് വളരെ അഹശ്വേരോസ് രാജാവിൻ്റെ കാലത്ത് മുതൽ ഇന്ത്യ, എസ്തേറിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഈവൻ ഇന്ത്യ ആൻഡ് എത്യോപ്യ. അപ്പോൾ ഇന്ത്യ മുതൽ എത്യോപ്യ വരെ വ്യാപിച്ചു കിടന്നൊരു സംസ്കാരം, വലിയ സാമ്രാജ്യം. നല്ല മനുഷ്യരായിരുന്നു, ഒരു വളരെ സ്റ്റാൻഡേർഡ്. പക്ഷേ ഈ മതം കയറി നോക്കണം. 7-ാം നൂറ്റാണ്ടോടുകൂടി ഈ രാജ്യങ്ങളെല്ലാം മതം കയറിയതിന് ശേഷം മതത്തിൻ്റെ പോരാട്ടത്തിലാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഖുമേനി ആർക്കും ഇഷ്ടമില്ലാതെ വരുന്നത്. ഇപ്പോൾ ആവശ്യമില്ലാത്ത സ്ത്രീകളും മുടി കാണിക്കാൻ പാടില്ല, എത്രത്തിനെ കൊന്നേ. അതുകൊണ്ടാണ് അവർ രാജ്യത്ത് തന്നെ ഒരു ആഭ്യന്തരമായിട്ട് ഇതിനെതിരായി നിൽക്കുന്നത്. ഖുമേനി ഒഴിയണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്.
അത് ഈ പ്രാവശ്യം മിക്കവാറും സാധിച്ചെടുക്കാനാണ് അമേരിക്ക നടക്കുന്നത്. ഇസ്ലാമിക രാജ്യങ്ങൾ പോലും അതിനെതിരാണ്. സൗദി, UAE, ബഹ്റിൻ, ഇതെല്ലാം ഈ പേർഷ്യൻ ഭരണത്തിനെതിരാണ്. 1979 ഷാ ഭരണം നിലനിന്ന കാലത്തിൽ ഇസ്രായേലുമായിട്ട് വലിയ ചങ്ങാത്തമായിരുന്നു, അമേരിക്കയായിട്ടും ബന്ധമായിരുന്നു. സമാധാനം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനുശേഷം മതം വന്നു. ഇത് പറ്റി ശത്രുത്വം ഉണ്ടാക്കി, പ്രശ്നങ്ങളായി. അത് ഇനി വീണ്ടും മാറും. വീണ്ടും ഈ പേർഷ്യക്കാർ പഴയ സമാധാനത്തിലേക്ക് വരും. പേർഷ്യക്കാർ പൊതുവെ നല്ല മനുഷ്യരാണ്. ഉള്ള സാമ്രാജ്യത്തിൽ ഏറ്റവും നല്ലൊരു സാമ്രാജ്യമായിരുന്നു പേർഷ്യൻ. ആ സാമ്രാജ്യം തിരിച്ചു വരണമെന്നാണ് നെതന്യാഹു പറയുന്നത്. നമുക്ക് പണ്ടത്തെ പോലെ ചങ്ങാതികളായി, സ്നേഹിതരായി, സ്വന്തക്കാരായി ജീവിക്കണമെന്നാണ് നെതന്യാഹു പറയുന്നത്. അപ്പം അതിൻ്റെ അവസാനത്തിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് വേദവസ്തു പഠിക്കാനുണ്ട്. അപ്പോൾ ഈ സെമിറ്റിക് സന്തതികൾ ആരൊക്കെയാണെന്നുള്ള വായിച്ച് 10:22. ശേമിന്റെ പുത്രന്മാർ ഏലാം, ഏലാം, ഇവരെല്ലാം അവിടെ ആ പരിസരങ്ങളിൽ ജീവിച്ചു വന്നവരാണ്. ഏലാമ്യർ എന്ന് പറഞ്ഞാൽ പേർഷ്യക്കാർ. അടുത്തത് അശൂർ, സിറിയക്കാർ. ഇവരെല്ലാം ഒറ്റ കുടുംബമാണ്, മറ്റവരെ പോലല്ല. ഇവർ കുറച്ചുകൂടെ ഒരൊറ്റ കുടുംബമാണ്, ഷേമിന്റെ സന്തതികളാണ്. അസൂർ, സിറിയ, പിന്നെ അർപ്പഷാദ്, ഇനി അല്ലല്ലോ, ആരാമില്ലയോ? ഏലാം, ലൂദ്, ആരാം. അർപ്പഷാദിന്റെ സന്തതികളാണ് പിന്നീട് വന്ന യഹൂദന്മാർ. അടുത്ത അധ്യായത്തിൽ വായിക്കുമ്പോൾ അർപ്പഷാദ് പ്രസവിച്ചതാണ് അബ്രഹാമിന്റെ തേരഹ്. അതൊരു ചരിത്രമാണ് കേട്ടോ, ഇപ്പം പറയാൻ സമയമില്ല, പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും സംസാരിക്കാം. അപ്പോൾ അത് വന്നിട്ടാണ് ആ അധ്യായത്തിൻ്റെ അവസാനത്തിൽ നോക്കുക, അബ്രഹാം, പിന്നെ നാഹോർ, 3 പേരെ പ്രസവിച്ചു. തേരഹ് അല്ലേ? ആ വാക്യം ഒന്ന് വായിച്ചു. തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഹോർ, ഹാരാൻ എത്രാം വാക്യം? 11:26 ഒന്നുകൂടെ വായിച്ച്. തേരഹിന് 70 വയസ്സായപ്പോൾ. അപ്പൊ ഇത് അർപ്പഷാദിന്റെ, കേട്ടോ, ശ്രദ്ധിച്ചോണം, ഈ ശേമിന്റെ വംശങ്ങളാണ് ഇതെല്ലാം. ഇത് യാഫേത്തുമല്ല, പിന്നെ ശ്രദ്ധിച്ചോണം, ഇത് യാഫേത്തുമല്ല, ഇത് കാമിന്റെ സന്തതികളുമല്ല, ഷേമിന്റെയാണ്. അവരൊരു ക്ലോസ്ഡ് കുടുംബമാണ്. അതിലാരൊക്കെയാ? അർപ്പഷാദിന്റെ സന്തതികളാണ്. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ താഴോട്ട് വായിക്കുന്ന വന്ന് ഹാരാന്റെ വായിച്ചേ. തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. അപ്പൊ ഈ നാഹോറൊക്കെ പിന്നീട് പോയി സിറിയയിലൊക്കെ പോയി താമസിച്ചതാ. ആ സിറിയയിൽ നിന്നും വന്ന സന്തതികളാണ് കാശ്മീർ പണ്ഡിറ്റുകളും. അങ്ങനെയാണ് പേര് തന്നെ നോക്കിയത്. നാഹോർ, നെഹ്റു എന്നൊക്കെ പറഞ്ഞ റിലേഷൻ ബന്ധം വന്ന് ഈ ആര്യന്മാരെന്ന് പറഞ്ഞ വംശങ്ങൾ വന്നതാണ്. ഇവരൊക്കെ അബ്രഹാമിന്റെ ഈ പറഞ്ഞ കുടുംബത്തിൽപ്പെട്ടവരാണ്. അപ്പൊ അതിൽ നാഹോറിന്റെ സന്തതികൾ, അതിലാണ് ഹിറ്റ്ലറൊക്കെ വാദിക്കുന്നത്. ജർമ്മൻകാരൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, ആര്യന്മാർ. എന്നാൽ അബ്രഹാം, അത് നമ്മൾ ഒരു വിശ്വാസിയുടെ പിതാവ്. അതാണ് നമ്മുടെ സ്റ്റോറിയിൽ കാണുന്ന, കഥയിൽ കാണുന്ന വിഷയങ്ങൾ. അപ്പം ആരൊക്കെയുണ്ട്? ഏലാമ്യർ, പേർഷ്യക്കാർ, പിന്നെ അശൂർ, സിറിയ, അർപ്പഷാദ്, ലൂദ്, ആരാം. ഈ ആരാമ്യര് ടൈഗ്രീസ് നദിയുടെ നേരെ താമസിച്ചവരാണ്. ടൈഗ്രീസ് നദിയിൽ താമസിച്ചിട്ട് പിന്നീട് അവർ പേർഷ്യക്കാരിൽ എല്ലാം ഇത് മിക്ലിംഗ് ആണ് ഇതെല്ലാം. അപ്പം ഈ 4 പേരും ഒരൊറ്റ കുടുംബത്തിൽപ്പെട്ടവരാണ്. ആരൊക്കെ? ഏലാമ്യർ, പേർഷ്യക്കാര്, സിറിയ, പിന്നെ അർപ്പഷാദ്, ലൂദ്, ലിദിയ ദേശം. അതാണ്. അപ്പം ഇവർ വളരെ ക്ലോസ് റിലേഷനാണ്, മറ്റവരെ കുറച്ചുകൂടെ കസിൻസായി മാറി. അപ്പം ഈ രാജ്യങ്ങളിൽ എന്താ സംഭവിക്കുന്നതെന്ന് വേറെ കാര്യം. ഇതിനകത്തൊക്കെ ടെററിസ്റ്റുകൾ ഉണ്ടാകുമെന്ന് വേദപുസ്തകം പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എസെക്കിയേൽ പ്രവചനം 30 വായിച്ചേ. എസെക്കിയേൽ 20 അധ്യായം, 32-ാം അധ്യായം നോക്കണം. ഈ എസെക്കിയേൽ 32-ാം അധ്യായം വായിച്ച് ഇന്ന് ടെററിസം ഉള്ളതായ രാജ്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, ഇന്ന് ഈ തീവ്രവാദ സംഘങ്ങൾ എവിടെയെല്ലാം ഉണ്ടാകുമെന്നും അതെല്ലാം നശിക്കുമെന്നും എത്ര വർഷം, ഇന്നത്തേക്ക് 2600 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ഇന്നിന്ന രാജ്യങ്ങളിൽ ഈ തീവ്രവാദികൾ ഉണ്ടാകും. അത് എവിടെ വായിക്കും? 32-18 വായിച്ച്. ഒന്നാമത് ഈജിപ്റ്റ് വായിക്കാം. മനുഷ്യപുത്ര, നീ മിസ്രൈമിലെ പുരുഷാരത്തെ, ഈജിപ്റ്റ്
ഈജിപ്തിലെ ആദ്യം നാസർ എഴുന്നേറ്റ് പറഞ്ഞില്ലയോ, ഇസ്രായേലിനെ പൊടിയാക്കി കളയും. ഇവിടെ മര്യാദയ്ക്കെല്ലാം കൂടെ ജീവിച്ചാൽ ഇവന്മാരെല്ലാം ചേട്ടൻ തരൂര് പറഞ്ഞോല്ലേ, എല്ലാം ഒരു കുടുംബത്തിൽ പെട്ടവനല്ലേ, മര്യാദയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പറഞ്ഞ് ലോഹ്യം പറഞ്ഞ് ജീവിച്ചാൽ പോരെ, ഈ കിടന്ന് നശിപ്പിക്കണോ? അപ്പോൾ തീവ്രവാദം, പിശാചാണ് ഇത് ചെയ്യുന്നത്. അത് മനുഷ്യൻ മനസ്സിലാകുന്നില്ല. സാത്താൻ തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഈ ജനങ്ങളെ കൂട്ടിയടിപ്പിക്കുക. അത് നെതന്യാഹു അല്ല, ഖമേനിയല്ല. ഈ പിശാചാണ് മനുഷ്യനെ തമ്മിൽ അടിപ്പിക്കുന്നത്. നാം തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. അതിനാണ് ഇനി ക്രൈസ്റ്റ് വരാൻ പോകുന്നത്. ആദ്യം വ്യാജ ക്രൈസ്റ്റ് വരും, പിന്നെ യഥാർത്ഥ ക്രൈസ്റ്റ് വരും. അപ്പം നമ്മുടെ ആദ്യത്തെ തീവ്രവാദം ഈജിപ്തിൽ. വായിക്കാം. മനുഷ്യപുത്ര, നീ മിസ്രൈമിലെ പുരുഷാരത്തെക്കുറിച്ച് വിലപിച്ച് അതിനെ സ്തുതിപ്പെട്ട് ജാതിയുടെ പുത്രിമാരെയും മതി. താഴെ വായിക്കുമ്പോൾ ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തുന്ന, ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയ അവരെല്ലാവരും വാളാൽ നിഹതന്മാരായി വീണിരിക്കുന്നു. ഒരെണ്ണം രക്ഷപ്പെടുന്നുണ്ടെന്നോ? ഈ തീവ്രവാദ സംഘങ്ങളെല്ലാം ഒന്നൊടുങ്ങുകയല്ലേ. IS എന്ന് പറഞ്ഞൊരു സംഘം ഉണ്ടായി. എവിടെ തീവ്രവാദം വരുന്നു അത് ഇല്ലാതാകുകയാണ്. ഇത് ബോധം വേണ്ട ഇതിനൊക്കെ. ഈ മതപണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ഇവിടെ വാളെടുക്കുന്ന യേശുവിൻ്റെ വചനം എടുക്കുക. ഇപ്പോഴത്തെ ആ ബ്രാഹ്മണൻ പറഞ്ഞ പോലെ യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ചാൽ ആ ഹൈലൈറ്റ് ചെയ്യും, അപ്പോൾ നിങ്ങളുടെ പ്രശ്നം തീരും. സത്യമാണ്. ഇന്ന് രാവിലെ അയാൾ പറഞ്ഞതാണ്. അപ്പം ആദ്യമായിട്ട് തീവ്രവാദ സംഘം ഉണ്ടായത് ഈജിപ്തിലെ. അടുത്തത് ഈജിപ്റ്റാണ് അന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. അടുത്ത വായിച്ച് 22 വായിച്ച്. അവിടെ അശ്ശൂരും അതിന്റെ സർവ്വ സമൂഹവും ഉണ്ട്. അശ്ശൂര്, സിറിയ, തീവ്രവാദത്തിന്റെ മറ്റൊരു താവളമായിരുന്നു സിറിയ. അവരും എന്ത് ചെയ്തു? ജീവനുള്ള ദേശത്തിൽ അവന്റെ ശവക്കുഴികൾ അവന്റെ ചുറ്റും കിടക്കുന്നു. അവരെല്ലാവരും വാളാൽ നിഹതന്മാരായി വീണവർ തന്നെ. അവരുടെ ശവക്കുഴികൾ പാതാളത്തിന്റെ അങ്ങേയറ്റത്ത്. ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയ അവരെല്ലാവരും വാളാൽ നിഹതന്മാരാകും. ഇപ്പൊ സിറിയ കണ്ടില്ലേ, ഒന്നൊന്നായി ഒതുങ്ങിക്കൊണ്ടിരിക്കല്ലേ. ചുമ്മാ കിടന്നിട്ട് സോഷ്യൽ മീഡിയ കത്തിയോണ്ട് കാര്യമുണ്ടോ? ഇവിടെ ദൈവം എന്ന് പറയുന്ന ഒരാളില്ലേ? ഇസ്ലാമും ക്രിസ്ത്യാനിയും ഈ യഹൂദനെല്ലാം വിശ്വ ദൈവമില്ലേ? എന്തിനാണ് നിങ്ങൾ ദൈവം? ഞാനിന്നാൾ ഒരു മത ഇതിൽ കൂടി ഇപ്പം ഞാൻ പറഞ്ഞു, എല്ലാവരും ഉണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്. എന്തിനാണോ ദൈവത്തിൻ്റെ പേര് നമ്മൾ അടിക്കാൻ പോകുന്നത്? അവർ തമ്മിൽ അടിക്കട്ടെ. ദൈവത്തിന് അവസരം കൊടുത്ത് ഇവരടിച്ചിട്ട് ആരാണോ ദൈവം അവർ നേരെ വരട്ടെ. അതിനിടെ കൂടി നിങ്ങളാകെ കിട്ടിയ ഒരു ആയസ് നശിപ്പിക്കണോ? ഈ പൊട്ടന്മാർ പറഞ്ഞ് കേട്ടുകൊണ്ട് പോയി നശിക്കണോ? നിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കേ, എവരടിക്കട്ടെ. അവസാനം 2 ദൈവങ്ങൾ വരുന്നുണ്ടല്ലോ, ഒന്ന് ഒറിജിനൽ യേശുവും വ്യാജ യേശുവും കൂടെ അടിക്കുന്നുണ്ട്. അപ്പം വെളിപ്പെടും ആരാന്നുള്ളത്. ഈ ബോധം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം മതവൈരാഗ്യം ഉണ്ടായി ഇതൊന്ന് പാപം ചെയ്യണം, എല്ലാം തോന്നിവാസം ജീവിക്കണം. അതിനാണ് ഈ മതവെറി ഉണ്ടാക്കുന്നത്. അത് മാറ്റിയിട്ട് ഈ വേദവസ്തുവൊക്കെ വായിച്ച് പഠിച്ചിട്ട് ഈശാ നബിയെ കൊണ്ടുപോവാ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കൊണ്ടുപോവാ. യഹൂദനോട് പറയുക, നീ യേശുവിനെ സ്വീകരിക്കാത്തോളം കാലം നിൻ്റെ ദേശത്ത് സമാധാനം ഉണ്ടാകത്തില്ല. അങ്ങനെ നിൻ്റെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ തോറായിൽ അല്ലെങ്കിൽ ഈ പഴയ നിയമത്തിൽ മുസ്ലിങ്ങളുടെ തൗറാത്തോ ഇഞ്ചിലും പിന്നെ അതിലെഴുതി വെച്ചിരിക്കുന്ന സത്യമല്ല ഈ പറയുന്നത്. ഇത് വിശ്വസിച്ച് മുമ്പോട്ട് പോകും. 2ാമത്തെ തീവ്രവാദം സിറിയയിൽ. 3ാമത് പേർഷ്യ. 24 വായിച്ചേ. അവിടെ ഏലാമും അവന്റെ ശവക്കുഴികളുടെ ചുറ്റും. ഏലാമും അവന്റെ ശവക്കുഴി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയല്ലേ പേർഷ്യയിൽ. ഏലാമ്യരിൽ പറഞ്ഞ പാർസികൾ, പേർഷ്യക്കാര്, മര്യാദയ്ക്ക് ജീവിച്ച പേർഷ്യക്കാര് തീവ്രവാദ ശക്തി കയറി അവരെന്ത് ചെയ്തു? 3 ഗ്രൂപ്പിനെ H, ഹാമെന്ന് പറയുന്ന ഒരുത്തൻ, ഹാമാൻ എന്ന് പറയും, ഹാമെന്ന് പറയും, അവനാണ് ഈ തുടങ്ങിയത്. അവൻ്റെ പേരിൻ്റെ അക്ഷരത്തിലാണ് ഹൂതികൾ, H, ഹാമാസ് H, ഹിസ്ബുള്ള 3H. ഇപ്പം 3 ഒതുങ്ങി. ഇനിയിപ്പം അവസാനത്തത് ഏലാമ്യർ. വായിക്കാം. അവിടെ ഏലാമും അതിന്റെ ശവക്കുഴിയും ചുറ്റും അതിന്റെ സകല പുരുഷന്മാരും ഉണ്ട്. അവിടെ ജീവനുള്ളവരുടെ ദേശത്ത് അവർ നീതി പരത്തി, എങ്കിലും കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ അവർ ലജ്ജ വഹിച്ചു. അടുത്തത് ടർക്കിയും പിന്നെ 26 ടർക്കിയുടെയും റഷ്യയുടെയും പ്രവചനം കയറി വരുന്നുണ്ട്. വായിക്കാം. അവിടെ മേശക്കും തൂബലും അതിന്റെ സകല പുരുഷന്മാരും ഉണ്ട്. മേശക്കും തൂബലും, ഇത് ടർക്കിയെ കുറിച്ചും. പിന്നെ അടുത്തത് ഇതിൻ്റെ എല്ലാം വകഭേദങ്ങളല്ലേ. ഇസ്രായേലിൽ അല്ല റഷ്യയിൽ ഇവരുടെ വകഭേദമുണ്ട്, ഏതോമ്യരുണ്ട്, ഏശാവിൻ്റെ സന്ധികളുണ്ട്. ഇതെല്ലാം കൂടെ മിങ്കിൾ ചെയ്തൊരു സാധനമാണ് റഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് ഇപ്പം ഇന്നാൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു, പേർഷ്യ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അടുത്ത് ടാർഗറ്റ് ടർക്കിയാന്നാണ് പറഞ്ഞത്. കാരണം തീവ്രവാദ ശക്തികൾ അവിടെയും വ്യാപിക്കുന്നു. ഇതിനെല്ലാം ഒതുക്കേണ്ട സമയം കഴിഞ്ഞ് ഇനി വീണ്ടും ഏതൻ തോട്ടം ഭൂമിയിൽ സ്ഥാപിക്കാൻ പോവുകയാണ്. ബാക്കി ശേഷിക്കുന്ന മനുഷ്യർ മതമില്ല, രാഷ്ട്രീയമില്ല,
സത്യദൈവത്തെ, ഏകദൈവത്തെ ആരാധിച്ചു പോകുന്ന ഏകജാതി മതസ്ഥർ വരാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത് മേശക്ക്. ഇനി അടുത്തത് വായിച്ച് ഏദോമ്യര് 29. അവിടെ ഏദോമും അതിന്റെ രാജാക്കന്മാരും സകല പ്രഭുക്കന്മാരും ഉണ്ട്. അവരും എന്ത് ചെയ്തു? ജീവനുള്ള ഒരു ദേശത്തിൽ ഭീതി പരത്തുക. ഇതന്നെ. അടുത്തത് 30-ാം വാക്യം വായിച്ച്. അവിടെ വടക്കേ പ്രഭുക്കന്മാരെല്ലാവരും. വടക്കേ പ്രഭുക്കന്മാർ ആരായി? വടക്കേ പ്രഭുക്കന്മാർ, അതാണ് ഒറിജിനൽ റഷ്യ. ആ വടക്കേ പ്രഭുക്കന്മാർ എന്ത് ചെയ്യും? ലാസ്റ്റ് ഇതിന്റെ ഭീതി വരുന്നതിന് എല്ലാത്തിനും കൂടെ ചേർത്ത് ഇസ്രായേൽ ദേശത്ത് വരും. വായിച്ചാൽ മതി നിങ്ങൾ. അവിടെ വടക്കേ ആ പ്രഭുക്കന്മാരെല്ലാം വടക്കേ പ്രഭുക്കന്മാർ എവിടുന്നാ വരുന്നത്? വടക്ക് ദേശത്ത് ഞാൻ സകല സീദോന്യരും. ഇല്ലില്ല വൈര് എസെക്കിയേൽ പ്രവചനം 38 വടക്ക് ദേശത്തു നിന്ന് ഞാൻ ചൂണ്ടയിട്ട് കൊണ്ടുവരും. വായിച്ച വാക്യം 38 ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ 7-ാം വാക്യം. നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെ ഒരുങ്ങിക്കൊള്ളുവിൻ, നീ അവർക്ക് മേധാവിയായി. അതുകൊണ്ടാണ് ഇപ്പൊ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ലേ, ടർക്കിയും എലാമിയർ അല്ലെങ്കിൽ ഇറാനും പറഞ്ഞു ഇനി നമുക്ക് രക്ഷ റഷ്യയോടെ ഉള്ളൂ. അവൻ തകർന്നുകൊണ്ടിരിക്കുക. എന്നാലും ഇവരെല്ലാം ചേർത്തുകൊണ്ട് ന്യായം നടക്കട്ടെ. എല്ലാത്തിനെയും ചേർത്ത് ഇസ്രായേൽ പർവ്വതത്തിൽ കൊണ്ടുവരും. അവിടെ വെച്ച് ഇതിന് വലിയൊരു ഭൂകമ്പം ഉണ്ടാകും. എല്ലാത്തിൻ്റെ കെമിക്കലും അണുബോംബും എല്ലാം അവിടെ വെച്ചിട്ട് പൊട്ടി എല്ലാം നശിക്കും. അത് ബൈബിളുണ്ട്. അതെല്ലാം ഇപ്പോൾ പറയാൻ നമുക്ക് ടൈം എടുക്കും, പിന്നെ ഒരു സമയത്താണ്. നീ വടക്ക് ദേശത്തു നിന്ന് വായിക്കാം. പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ വലിയൊരു സമൂഹം. ഇപ്പം മിലിറ്ററി ഫോഴ്സ് എത്രയാണെന്നറിയാവോ? ഇറാന് തന്നെ ലക്ഷങ്ങളാണ് മിലിറ്ററി ഫോഴ്സ്, റഷ്യക്ക് അതിൽ കൂടുതൽ. ഇങ്ങനെ ഒരു വലിയ സമൂഹം ഇസ്രായേൽ പർവ്വതങ്ങളിലേക്ക് വരുമെന്ന് എന്നെഴുതി വെച്ചതാ. ഇപ്പം നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ ഇത് വായിക്കുമ്പോൾ ഏതാണ്ട് സ്വപ്നലോകം പോലെയാണ്. ഇപ്പം നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പാർട്ടികളെല്ലാം ചേർന്ന് വരും. അത് ഇസ്രായേൽ ശൂന്യമായി കിടന്നിരുന്ന വായിച്ചേ. വടക്കേ അറ്റത്തുള്ള തോഗർമ ഗ്രഹവും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. ഒരുങ്ങിക്കൊള്ളുക. മതി, നോക്കണം. ഇനി ഇതിനെപ്പറ്റി നമുക്ക് ദൈവം അനുവദിച്ചാൽ ഇസ്രായേലിൻ്റെയും ഈ പറഞ്ഞ കുറേ വംശങ്ങളും ഇതെല്ലാം ചേർത്തൊരു ദിവസം ദൈവം അനുവദിച്ചാൽ പറയാം. അതുകൊണ്ട് അങ്ങനെ പുറപ്പെട്ടു വരുന്നവർ എന്ത് സംഭവിക്കുമെന്നും ആ കാലങ്ങളുണ്ടാകുന്ന ഉപദ്രവവും പീഡകളും ന്യായവിധികളെല്ലാം നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, ഈ ലോകരാജ്യം തീരാൻ പോവുകയാണ്. ഒരു പാട്ടുണ്ടല്ലോ, ഈ ലോകവാസം. അതുകൊണ്ട് നമുക്ക് കണ്ണുകളടയ്ക്കാം. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവരായ നാം പാപത്തിന് വിട്ടൊഴിഞ്ഞ് സമാധാനത്തോടെ ജീവിച്ച് വേഗം വരുന്ന യേശുവിനെ എതിരേൽക്കാൻ നമുക്ക് ഒരുക്കിക്കൊള്ളാം. ഈ ലോകത്തിലെ വാസങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തീരാറായി സ്വർലോകവാസം എടുത്തിരിക്കുന്നു.